بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله عليه توكلت وإليه أنيب نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا محمدا صلى الله عليه وسلم عبده ورسوله أشرف مولود صلى الله وسلم على سيدنا ومولانا محمد وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وكذلك بعثناهم ليتساءلوا بينهم قال قائل منهم كم لبثتم قالوا لبثنا يوما أو بعض يوم قالوا ربكم أعلم بما لبثتم فابعثوا أحدكم بورقكم هذه إلى المدينة فلينظر أيها أزكى طعاما فليأتكم برزق منه وليتلطف ولا يشعرن بكم أحدا إنهم إن يظهروا عليكم يرجموكم أو يعيدوكم في ملتهم ولن تفلحوا إذا أبدا وكذلك أعثرنا عليهم ليعلموا أن وعد الله حق وأن الساعة لا ريب فيها إذ يتنازعون بينهم أمرهم فقالوا ابنوا عليهم بنيانا ربهم أعلم بهم قال الذين غلبوا على أمرهم لنتخذن عليهم مسجدا سيقولون ثلاثة رابعهم كلبهم ويقولون خمسة سادسهم كلبهم رجما بالغيب ويقولون سبعة وثامنهم كلبهم قل ربي أعلم بعدتهم ما يعلمهم إلا قليل فلا تمار فيهم إلا مراء ظاهرا ولا تستفت فيهم منهم أحدا صدق الله مولانا العظيم. ബഹുമാനികളെ,
അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധ റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന മുത്തഖീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ മഹാന്മാരായ ഔലിയാക്കളെ മഹബ്ബത്ത് വച്ചാൽ അല്ലാഹു അവർക്ക് സ്വർഗം കൊടുക്കും എന്ന് നമുക്ക് മനസ്സിലായി. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്സാരമായി സൃഷ്ടിച്ച ഒരു ജീവിയാണ് എന്ന് നാം മനസ്സിലാക്കിയ ഒരു നായ ഔലിയാക്കളുടെ കൂടെ സഞ്ചരിക്കുകയും എത്ര തന്നെ ആട്ടിയോടിച്ചിട്ടും അവരുടെ പിന്നാലെ നടക്കുകയും അവർ താമസിക്കുന്ന ഗുഹയുടെ ഉമ്മറപ്പടിയിൽ കാവലിരിക്കുകയും ചെയ്തു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നായക്ക് സ്വർഗം കൊടുത്തു. വകൽബുഹും ബാസിതുൻ ദിറാഇഹി ബിൽ വസീദ്. അവരുടെ നായ ആ ഔലിയാക്കളിലേക്ക് ചേർത്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് ജീവജാലങ്ങൾ അമ്പിയാക്കളെയും ഔലിയാക്കളെയും സ്നേഹിച്ച് വിജയം നേടിയിട്ടുണ്ട്. അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം പറയുമ്പോൾ ഗുഹാനിവാസികളായ ഗുഹയിൽ താമസിച്ച് അല്ലാഹു വലിയ കറാമത്ത് നൽകിയ ബഹുമാനം നൽകിയ ആ യുവാക്കളുടെ ചരിത്രം പറയുമ്പോൾ അതേപോലെ ഗുഹയിൽ താമസിച്ച മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രവും ഇടക്ക് തഫ്സീറിൽ പറഞ്ഞത് പ്രകാരം ഞാൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ നമ്മളെല്ലാവരും പഠിച്ച ഒരു ചരിത്രമാണ് സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ ആദ്യം ഗാർ സൗർ ഗുഹയിൽ കടന്ന് ആ ഗുഹയിലുള്ള എല്ലാ മാളങ്ങളും കയ്യിൽ കരുതിയ തുണിക്കഷ്ണം ഉപയോഗിച്ച് അടച്ചു. പഴയ ഒരു ഗുഹയാണ്. പാമ്പുകളോ മറ്റ് ക്ഷുദ്രജീവികളോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതെങ്ങാനും വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉപദ്രവിച്ചാലോ എന്ന് പേടിച്ചുകൊണ്ട് ചെരുപ്പിങ്ങട്ടോ അല്ല, ഇത് പ്രവൃത്തിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉപദ്രവിക്കുമോ എന്ന് പേടിച്ചുകൊണ്ട് എല്ലാ മാളങ്ങളും തുണി വെച്ച് അടച്ചു. അവസാനം ഒരു മാളം അടക്കാൻ കയ്യിൽ ഒന്നുമില്ല. ഇമാം ബൂസരി റളിയല്ലാഹു അൻഹു ബുർദയിൽ പാടിയില്ലേ, ഫസ്സിദ്ഖു ഫിൽ ഗാരി വാ സിദ്ദീഖു ലം യരിമാ വഹും യഖൂലൂന മാ ബിൽ ഗാരി മിൻ ആരിമി മൗലായ സ്വല്ലി وسلم دائما أبدا على حبيبك خير الخلق كلهم
ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സിദ്ഖ് ആണ്, സത്യപ്രവാചകരാണ്. ലോകത്ത് അതുപോലെ നീതിയും സത്യവും നടപ്പിലാക്കിയ മറ്റൊരാളില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ ഇബ്നു ഖുഹാഫ എന്ന് പേരുള്ള മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു എപ്പോഴാണ് സിദ്ദീഖ് ആയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിശ്വസിച്ചതുപോലെ, അനുസരിച്ചതുപോലെ, അംഗീകരിച്ചതുപോലെ വേറെ ഒരാളെയും ലോകത്ത് കാണാൻ കഴിയില്ല. അതുകൊണ്ട് സ്വർഗ്ഗം ഉദ്ഘാടനം ചെയ്താൽ അവ്വലു മൻ യദ്ഖുലുൽ ജന്ന, ഒന്നാമതായി സ്വർഗ്ഗത്തിലേക്ക് കടക്കുന്നത് ആരാണ്? സ്വർഗ്ഗത്തിന്റെ വട്ടക്കണ്ണി പിടിച്ചു കുലുക്കിയിട്ട് ആ സ്വർഗ്ഗം ഉദ്ഘാടനം ചെയ്തതിലേക്ക് ഒന്നാമതായി കയറുന്നത് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹാനല്ലാഹ്. പിന്നെയോ ആദം നബി അലൈഹിസ്സലാം മുതൽ അതാ അന്ത്യപ്രവാചകർ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള ലക്ഷക്കണക്കിന് പ്രവാചകന്മാരില്ലേ? ആ നബിമാര് മുഴുവനും മുത്ത് നബിയുടെ പിന്നാലെ സ്വർഗത്തിലേക്ക് കടക്കുകയാണ്. അല്ലേ? ചില സ്ഥലത്തുമൊക്കെ നമുക്ക് വീട്ടിൽ കൂടലിന് പോയാൽ പെട്ടുപോകാറുണ്ട്. എങ്ങനെയാ പെട്ടുപോകല്? കാര്യമായിട്ട് വലിയ ഉസ്താദുമാരെയും തങ്ങന്മാരെയും ക്ഷണിച്ചിട്ടുണ്ടാവും. കാര്യം നോക്കുമ്പോണ്ടാവും പറയുന്നത് അടക്കടക്കടക്ക് ആദ്യം പെണ്ണുങ്ങന്മാരങ്ങ് കയറട്ടെ എന്ന് പറയും. ഞാൻ പല സ്ഥലത്തും അങ്ങനെ പെട്ടുപോയിട്ടുണ്ട്. ആദ്യം പെണ്ണുങ്ങന്മാർക്ക് മഹത്വം ഇല്ലാഞ്ഞിട്ടൊന്നുമില്ല. ചിലപ്പോൾ ഉസ്താദ്മാരെക്കാളും ഭയങ്കര തഖ്വയുള്ള പെണ്ണുങ്ങന്മാരിൽ ഉണ്ടാവും. പക്ഷേ മുന്തിക്കേണ്ട ആളുകളെ മുന്തിക്കണം. അവർക്ക് പിന്നിൽ വന്ന് കയറാമല്ലോ, പൊര ഒലിച്ചു പോകുന്നില്ലല്ലോ. ചില ആളുകൾ എൻ്റെ ഉമ്മയെ ആദ്യം കയറ്റണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും. നല്ലത് തന്നെ. തലേ ദിവസം ഉമ്മയെ കയറ്റിയിട്ടൊരു ഉദ്ഘാടനം കഴിച്ചോ, എന്നിട്ട് പിന്നെ ഉസ്താദുമാരെയും തങ്ങന്മാരെയും രണ്ടാമതും ഉദ്ഘാടനം കഴിച്ചോ. ഇത് എല്ലാവരെയും മുന്നിൽ ആ പാവപ്പെട്ട പെണ്ണുങ്ങന്മാർ ഒലുവടങ്ങാറാവും. അടക്കടക്കടക്കടക്ക് പെണ്ണുങ്ങന്മാരൻ കയറട്ടെ എന്നിട്ട് കയറാം. അങ്ങനെയല്ല. നമ്മുടെ അദബും മര്യാദയും രീതിയും അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും ഖൈറായ വീട് ഏതാണ്? സ്വർഗ്ഗമാണ്. ആ സ്വർഗ്ഗത്തിൽ ആദ്യം കയറുന്നത് ആരാണ്? സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. പിന്നെ ആരാണ്? പിന്നെ അതാ ലോകത്തുള്ള എല്ലാ നബിമാരുമാണ്. ലക്ഷക്കണക്കിന് പ്രവാചകന്മാരുമാണ്. ആ നബിമാര് മുഴുവനും സ്വർഗത്തിലേക്ക് കടന്നാൽ പിന്നെ ആരാണ്? ജനങ്ങളെ കൂട്ടത്തിൽ വെച്ച് നബിമാര് എല്ലാം കടന്നുപോയിട്ട് പിന്നെ ഒന്നാമതായി സ്വർഗത്തിലേക്ക് പോകുന്ന ആൾ ആരാണ്? സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. ഉമ്മമാരെ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനേക്കാളും മുമ്പ് ഇസ്ലാം സ്വീകരിച്ചതാരാ? ഖദീജ ബീവി റളിയല്ലാഹു അൻഹയാണ്. ഖദീജ ബീവിയും സ്വർഗത്തിലാണ്, ഉന്നത സ്ഥാനത്ത് തന്നെയാണ്. ഞാനിവിടെ പറഞ്ഞല്ലോ 5 മഹദികൾ സ്വർഗീയ കവാടത്തിൽ നിന്ന് ഉമ്മമാരെ കൈപിടിച്ച് സ്വീകരിക്കുമെന്ന്. ആ സമയത്തും നമ്മൾ ചിന്തിക്കണം,
ആദ്യം ഇസ്ലാം സ്വീകരിച്ച ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ സ്വഹാബിയത്തായ ഉമ്മയാണ്. ഉമ്മഹാത്തുൽ മുഅ്മിനീനിൽ ഒന്നാമത്തെ ആളാണ്. പക്ഷേ സ്വർഗ്ഗത്തിൽ ആദ്യം കടക്കുന്നത് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നബിമാരെ പിന്നിൽ ഫസ്റ്റ് ലൈനിലുള്ളത് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അപ്പൊ അതാണ് മുൻഗണനാക്രമം എന്നത്. അത് ഖദീജ ബീവിയെ തരം താഴ്ത്തിയതല്ല, ഓറും സ്വർഗ്ഗത്തിൽ ഉന്നത സ്ഥാനത്ത് തന്നെ. അതാണ് അതിന്റെ രീതി. അത് വേറെ ഒരാളെ ഇകഴ്ത്തിയതോ ഒരാളെ തകർത്തതോ അല്ലല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, അർറിജാലു ഖവ്വാമൂന അലൻ നിസാ. പുരുഷന്മാർ അവർക്ക് സ്ത്രീകളെ മേൽ സ്ഥാനമുണ്ട്. അവരെ പരിപാലിക്കുകയും സംരക്ഷിക്കുകയും നോക്കി നടത്തുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് പുരുഷന്മാർക്കാണ് ആ ഉത്തരവാദിത്തമെല്ലാം ഉള്ളത് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. ഇതെല്ലാം പ്രസംഗിക്കുമ്പോൾ വാക്കുകൾ വളരെ ഇപ്പോൾ ശ്രദ്ധിച്ചേ പറയാൻ പറ്റൂ. കാരണം ചാനലുകളും മറ്റുള്ള മീഡിയകളും എല്ലാം കാത്തു നിൽക്കുകയാണ്. അതാ കാന്തപുരം സ്ത്രീ വിരുദ്ധ നിലപാട് പറഞ്ഞു, ജിഫ്രി തങ്ങൾ സ്ത്രീ വിരുദ്ധ നിലപാട് പറഞ്ഞു എന്ന് പറഞ്ഞ് എല്ലാ ചാനലുകളും ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കും. സ്ത്രീകൾക്കും പുരുഷനും തുല്യമായ സ്ഥാനം വേണം എന്ന് പറഞ്ഞ് ആക്രോശങ്ങൾ പലരും പ്രസംഗിക്കും. പക്ഷേ ഒരിക്കലും അത് ഇവിടെ സാധ്യമല്ല. കാരണം ഓരോരുത്തർക്കും അവരുടേതായ ഉത്തരവാദിത്തമുണ്ട്. കുട്ടികൾ പറയുകയാണ്, കുട്ടികളായ ഞങ്ങൾക്കും മുതിർന്നവരായ നിങ്ങൾക്കും ഒരേ സ്ഥാനം തന്നെ ഇവിടെ വേണമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും അംഗീകരിക്കുമോ? ഓരോരുത്തർക്കും അവരുടേതായ ഇടങ്ങൾ, അവരുടേതായ ഉത്തരവാദിത്തങ്ങൾ എല്ലാം ഇവിടെയുണ്ട്. അതനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതാണ് നീതിയും ന്യായവും എല്ലാവർക്കും സമാധാനവും. അല്ലാതെ കഴിയാത്തത് സ്ത്രീകളുടെ തലയിൽ വെച്ച് കിട്ടുന്നതോ കഴിയാത്തത് കുട്ടികളുടെ തലയിൽ വെച്ച് കിട്ടുന്നതോ ഒരിക്കലും തന്നെ യുക്തിഭദ്രമല്ല, ഒരാൾക്കും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഇരിക്കട്ടെ, ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാന്മാരായ മഹത്തുക്കൾക്ക് നൽകിയ സ്ഥാനങ്ങൾ, അതുകൊണ്ടാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ സ്ഥാനങ്ങളെല്ലാം നേടിയെടുത്തത്. അല്ലാഹു നൽകിയ മഹത്വമാണ് ഞാൻ പറഞ്ഞു വന്നത്. ആ ഗുഹയിൽ എല്ലാ മാളങ്ങളും അടച്ചിട്ട് അവസാനം ഒരു മാളമടക്കാൻ കയ്യിലൊരു തുണിയുമില്ലാതെ വന്നപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ കാലിന്റെ പെരുവിരൽ വെച്ച് ആ മാളമടച്ചു പിടിച്ചു. അപ്പോഴാണ് അതിന്റെ ഉള്ളിൽ ഒരു പാമ്പ് കാത്തിരിപ്പുണ്ട്. പാമ്പ് എന്തിനാണ് കാത്തിരിക്കുന്നതെന്നറിയോ? ഒരുപാട് കാലമായിട്ടൊരു വിവരം ലഭിച്ചിട്ടുണ്ട്. ഈ ഗാറ് സൗർ ഗുഹയിൽ ലോകത്തിന്റെ നായകർ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റ പോകുമ്പോൾ ഇവിടെ കയറിയിരിക്കുമെന്ന ഒരു അറിവ് പാമ്പിന് ലഭിച്ചിട്ടുണ്ട്. കാലങ്ങൾ എത്രയോ ആയി ആ നബിയെ ഒന്ന് കാണണമെന്ന് ആ പാമ്പ് ആഗ്രഹിക്കുകയാണ്. അപ്പോ മുത്തുനബി ഗുഹയിൽ കയറുന്നതിന്റെ മുമ്പ് ഗുഹയിലെ മാളങ്ങളെല്ലാം അടച്ച് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എല്ലാ മാളവും അടച്ച് അവസാനത്തെ ഈ മാളം പെരുവിരൽ കൊണ്ട് അടച്ച് എന്നിട്ട് റസൂലുള്ളാഹിനോട് കയറാൻ പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, പാമ്പിന് പിന്നെ കാണാൻ കഴിയില്ലല്ലോ. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അകത്ത് കയറി വിശ്രമിക്കുകയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മടിയിൽ തലവെച്ച് കിടക്കുകയാണ്.
അപ്പോഴാണ് കുറെ നേരം കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണരുമ്പോൾ എന്തുകൊണ്ടാണ് ഉണർന്നത്? തന്റെ മുഖത്ത് നല്ല കണ്ണുനീരിങ്ങനെ ഉറ്റി വീഴുകയാണ്. കണ്ണുനീര് ആരുടേതാണ്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റേതാണ്. എന്തിനാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ കരയുന്നത്? അറിയില്ല. സംഭവം സുബ്ഹാനല്ലാഹ്, പാമ്പിന്റെ കടിയേറ്റ് വിഷം മേലോട്ട് കയറുകയാണ്. വേദന കൊണ്ട് കടിച്ചു പിടിച്ചു. അതേ, റസൂലുള്ളാഹിന്റെ ഉറക്ക് തെളിയരുത് എന്ന നിലക്ക് കാല് മാറ്റിയില്ല. പാമ്പ് കടിച്ചിട്ട് വിഷം കയറുമ്പോൾ പോലും കാല് മാറ്റിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉറക്കിനൊരു കോട്ടം വരരുത്. ഇങ്ങനെയുള്ള ഒരാൾക്ക് സ്വർഗത്തില് 1-ാം സ്ഥാനം കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ ആർക്കാണ് കൊടുക്കുക? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സുബ്ഹാനല്ലാഹ് ആ വേദന സഹിക്കുന്ന അങ്ങേ അറ്റമെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങ് ഉണർന്നപ്പോൾ മഹാനവർകൾ കാലിങ്ങ് വലിച്ചു. ആ പാമ്പിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ കഴിഞ്ഞു. കണ്ടു കഴിഞ്ഞതും പാമ്പങ്ങ് ചത്തുപോയി. പാമ്പിന്റെ ആഗ്രഹം അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്ന് കാണുക, എന്നിട്ട് ജീവൻ വെടിയുക. വേറെ ഒന്നും ആവശ്യമില്ല, പിന്നെ വേറെ ഒരാളെ കാണേണ്ടതില്ല. ആ ആഗ്രഹത്തോടെ റസൂലുള്ളാഹിനെ കണ്ട് പാമ്പങ്ങ് ചത്തുപോയി. ഓ പ്രിയമുള്ളവരെ, ഇങ്ങനെ എത്ര ജീവികളുടെ ചരിത്രമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സഹായിച്ചതും അല്ലാഹുവിന്റെ ഹബീബിന് വേണ്ടിയിട്ട് സമയം ചെലവഴിച്ചതും അല്ലാഹുവിന്റെ ഹബീബിനോട് പരാതി പറഞ്ഞതും തുടങ്ങി ഒരുപാട് ജീവികളില്ലേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അസ്ഹാബുൽ കഹ്ഫിന്റെ നായ അവരെ സ്നേഹിച്ചു, അവരുടെ കൂടെ കൂടി. അതുകൊണ്ട് ആ നായക്ക് മഹത്വം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. സുബ്ഹാനല്ലാഹ്, അവരെ അല്ലാഹു തആല ഉറക്കിയതുപോലെ നായക്കും അല്ലാഹു തആല ഉറക്ക് നൽകുകയാണ്. നായയും ഉറങ്ങുകയാണ്. അതേ, അവരെ അല്ലാഹു തആല 6 മാസം കൂടുമ്പോ അല്ലെങ്കിൽ ഒരു കൊല്ലം കൂടുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ചരിച്ച് കിടത്തുന്നില്ലേ, വലത്തോട്ടും ഇടത്തോട്ടും. ഇതുപോലെ നായയെയും അല്ലാഹു തആല വലത്തോട്ടും ഇടത്തോട്ടും ചരിച്ച് കിടത്തുകയാണ്. അങ്ങനെ അവര് ഗുഹയിൽ കിടക്കുമ്പോൾ അവരുടെ കണ്ണുകൾ തുറന്നു വച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അവർ ഉറങ്ങുകയാണ്. നിങ്ങൾ വരുമ്പോൾ ആര് വന്നു നോക്കിയാലും അവര് ഉണർന്നിരിക്കുന്നതാണെന്നാണ് തോന്നുക. അവരുറങ്ങുകയാണ്. മാത്രമല്ല, ലവിത്തലഅത അലൈഹിം ലവല്ലൈത മിൻഹും ഫിറാറാ വലമുലിഅത മിൻഹും റുഅബാ. രാജാവ് ദഖ്യാനൂസ് എന്ന് പറയുന്ന അക്രമകാരിയായ രാജാവും രാജാവിന്റെ ആളുകളും സത്യനിഷേധികളായ അക്രമകാരികളായ അവര് ഈ യുവാക്കളെ പരതി നടക്കുകയാണ്. ഇവർ ഈ ഗുഹയിൽ വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കുകയാണ്. ആ ഗുഹയിൽ ആര് പോയി നോക്കിയാലും അവരിങ്ങനെ ഉണർന്നിരിക്കുന്നതായി കാണാം. അവരുടെ കണ്ണുകൾ തുറന്നിരിക്കുന്നതായി കാണാം. അവരെ കാണുമ്പോൾ ഒരു പ്രത്യേകമായ ഹൈബത്ത്, ഒരു പേടി അല്ലാഹു നോക്കുന്ന ആളുകളുടെ മനസ്സിലിട്ട് കൊടുക്കും. അതാണ് ഖുർആൻ പറഞ്ഞത്. അവരെ അടുത്തു പോയി അവരെ കാണുന്ന സാഹചര്യം ഉണ്ടായാൽ പിന്തിരിഞ്ഞു പോകേണ്ടി വരും. പേടി മനസ്സിൽ നിറഞ്ഞു പോകും. അതുകൊണ്ട് അല്ലാഹു തആലയോട് അവരെന്താ ദുആ ചെയ്തത്? ആദ്യത്തിലേക്ക് നമ്മൾ ഒന്നുകൂടി മടങ്ങണം. അവർ ഈ ഗുഹയിൽ കയറിയിട്ട് ദുആ ചെയ്തതാണ്. ഫഖാലു റബ്ബനാ
ആതിനാ മിൻ ലദുൻക റഹ്മ. അല്ലാഹുവേ ഞങ്ങൾക്ക് ഇവിടെ വലിയ റഹ്മത്ത് ചെയ്തു തരണം. അപ്പോൾ അല്ലാഹു തആല അവർക്ക് നീണ്ട ഉറക്കിന് അവസരം കൊടുത്തു. അവർക്ക് എയർ കണ്ടീഷൻ സൗകര്യം ചെയ്തു കൊടുത്തു. അവരെ വേറെ ഒരാളും വന്ന് ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കാത്ത നല്ല സമാധാന അന്തരീക്ഷം അവർക്ക് ഇബാദത്ത് ചെയ്യാൻ അവിടെ അല്ലാഹു സൗകര്യപ്പെടുത്തി കൊടുത്തു. രണ്ടാമത്തെ ദുആ എന്താണ്? വഹയ്യിഅ ലനാ മിൻ അംരിനാ റശദാ. ഞങ്ങളെ കാര്യമെല്ലാം ഏറ്റവും നല്ല രൂപത്തിൽ അവസാനിപ്പിച്ച് സന്മാർഗത്തിലായി ഞങ്ങൾക്ക് ഇവിടെ നിലകൊള്ളാനുള്ള സൗകര്യം ചെയ്തു തരണമെന്നല്ലേ. അപ്പോൾ അവരെ ഈമാനിൽ നിന്ന് തെറ്റിച്ചു കളയുന്ന ശക്തികൾ അവിടെ വരുമ്പോൾ പേടിച്ച് പിന്തിരിഞ്ഞു പോകും. അപ്പോൾ ഈ ദഖ്യാനൂസ് രാജാവും രാജാവിന്റെ ആളുകളും ഈ സംഗതിയെല്ലാം മനസ്സിലാക്കി. ഈ നാട്ടിൽ നിന്ന് ഒളിച്ചോടിപ്പോയ ഹിജ്റ പോയ യുവാക്കൾ അവര് വിശ്വാസികളായി അല്ലാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് ഗുഹയിൽ അഭയം തേടിയിട്ടുണ്ട്. അതുകൊണ്ട് പട്ടാളക്കാരും രാജാവും ഒക്കെ അവിടെ വന്നു അവരെ ആക്രമിക്കാനും അവരെ പിടിച്ചുകൊണ്ടുപോകാനും ഒക്കെ ഉദ്ദേശിച്ചുകൊണ്ട് വന്നതാണ്. പക്ഷേ അവർക്ക് സാധിച്ചില്ല. എന്താണ്? അവരുടെ ദുആഇന്റെ ഫലം. അവര് അല്ലാഹുവിനോട് ദുആ ചെയ്ത് നമ്മളെ അവസാനം ഞങ്ങളെ പിന്തിരിപ്പിച്ച് കളയുന്ന, ഈമാൻ തെറ്റിച്ച് കളയുന്ന ഒരു അവസ്ഥയിൽ അവർക്ക് ഞങ്ങളെ വിട്ടുകൊടുക്കരുത് എന്ന ഉദ്ദേശത്തിൽ അവർ ചെയ്ത പ്രാർത്ഥനയുടെ ഫലം. അവരെ പിടിക്കാൻ വരുമ്പോ പേടിച്ച്, ആയുധങ്ങൾ കൊണ്ടല്ല, അവരെ കയ്യിൽ മാരകായുധങ്ങളോ ബോംബുകളോ ഒന്നും ഉള്ളത് കൊണ്ടല്ല, അവരെ കണ്ടപ്പോൾ തന്നെ പേടി തോന്നിപ്പോയി. ആ മഹാന്മാരെ കാണുമ്പോൾ തന്നെ അവർക്ക് പേടി തോന്നിപ്പോയി. നമ്മൾ ഖാജാ തങ്ങളുടെ ചരിത്രത്തിൽ വായിച്ചില്ലേ? ഖാജാ തങ്ങൾ ഇന്ത്യയിൽ വന്നപ്പോ അവരെ ഒരുപാട് ആളുകൾ വിശ്വസിച്ച്, അല്ലാഹുവിൽ വിശ്വസിച്ച് അവരെ മുരീദായി മാറി. അപ്പോൾ അന്നത്തെ രാജാവ് ഖാജാ തങ്ങളെ പരാജയപ്പെടുത്താൻ വേണ്ടി അന്ന് ഇന്ത്യയിലെ ഒരുപാട് സാഹിര്യങ്ങളെ, മാരണക്കാരെ കൊണ്ടുവന്നു. സുബ്ഹാനല്ലാഹ്. ആകാശത്തൂടെ പറക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ ഒരുപാട് മായാജാലങ്ങൾ കാണിക്കുന്ന പല സാഹിര്യങ്ങളും വന്നു, മാരണക്കാരും വന്നു. പക്ഷേ അവരൊക്കെ പിന്തിരിഞ്ഞു. അങ്ങനെ അന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു മാരണക്കാരൻ, ഏറ്റവും വലിയ, അയാളെ കവച്ചു വെക്കുന്ന വേറെ ആൾ ഇന്ത്യയിൽ ഇല്ല. അയാളെ കൊണ്ടുവന്ന് സുബ്ഹാനല്ലാഹ്, അയാള് ഖാജാ തങ്ങളെ നിലം പരിശാക്കും എന്നാണ് രാജാവ് വിചാരിച്ചത്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളെ ഖൽബിൽ അതാ വലിയ ഭയം നിറക്കുകയാണ്. ഖാജാ തങ്ങൾ വന്നു, അദ്ദേഹവും വന്നു. ഖാജാ തങ്ങൾ ഒരു നോട്ടം അയാളെ ഖൽബിലേക്ക്, ഹൃദയത്തിലേക്ക് അങ്ങ് നോക്കി. മഹാനായ ഖാജാ മുഈനുദ്ദീനുൽ ജിസ്തിയിൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, മഹാനവറുകളെ കാണുമ്പോൾ തന്നെ കാൽക്കൽ വീണു, ഈമാൻ സ്വീകരിച്ചു. ഏറ്റവും വലിയ ആളാണ് അയാൾ. കാലിൽ വീണ് മാപ്പ് പറഞ്ഞ് ഞാനില്ല. അയാൾക്ക് ഖാജാ തങ്ങൾ ഒരു പ്രത്യേകമായ സമ്മാനം കൊടുത്തു. എന്താ അത്? ഖിയാമത്ത് നാൾ വരെ ജീവിക്കാൻ വേണ്ടി അനുവദിച്ചു. ഇപ്പോഴും അയാൾ അജ്മീറിലും പരിസരത്തും ജീവിച്ചിരിപ്പുണ്ട് എന്നാണ്. ഔലിയാക്കളിൽ പ്രമുഖനായി, പക്ഷേ നമുക്ക് മനസ്സിലാകുകയില്ല. അവിടെ അദ്ദേഹം ജീവിച്ചിരിക്കുന്നുണ്ട് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അത് അല്ലാഹു തആല ഓരോ ആളുകൾക്കും കൊടുക്കുന്ന മഹത്വമാണ്. ജനങ്ങളിൽ ഇടയിൽ തന്നെ ഉണ്ട്, പക്ഷേ ജനങ്ങൾക്കാർക്കും മനസ്സിലാവൂല. അങ്ങനെ അല്ലാഹു വലിയ കറാമത്തുകൾ, മഹത്വങ്ങൾ ഓരോ
മഹാന്മാർക്കും അല്ലാഹു തആല കൊടുക്കും. അല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. ഒരു കയ്യും കണക്കും ഇല്ലാതെ അല്ലാഹു തആല കറാമത്ത് കൊടുക്കും. ഈ മഹാന്മാർക്കും അല്ലാഹു തആല കൊടുക്കുന്നതാണ്. രാജാവും പരിവാരങ്ങളും വന്നു. എന്നിട്ടതാ പേടിച്ച് എല്ലാവരും പിരിഞ്ഞു പോകുമ്പോൾ രാജാവ് പറഞ്ഞു, അതേ ഈ ഗുഹയുടെ എൻട്രൻസ് ഉണ്ടല്ലോ, വാതിലുണ്ടല്ലോ, അത് നിങ്ങൾ കല്ലുകൾ വെച്ച് അടച്ചു കളയണം. ഒരു കാരണവശാലും ഇനി ഒരാൾക്കും ഇങ്ങോട്ട് പ്രവേശിക്കാനോ ഉള്ളിലുള്ളവർക്ക് പുറത്തേക്ക് കടക്കാനോ പുറത്തുള്ളവർക്ക് ഉള്ളിലേക്ക് കടക്കാനോ കഴിയാത്ത വിധം നിങ്ങൾ ആ വാതിൽ അടച്ചു കളയണം. അമറ ബിസദ്ദി ബാബിൽ ഗാരി അലൈഹിം ലിയമൂതു ജൂഅൻ വഅതുശാ. അങ്ങോട്ട് പോകുമ്പോ എല്ലാവരും പേടിക്കുകയാണല്ലോ, അവരെ പിടിക്കാൻ കഴിയുന്നില്ലല്ലോ. ഇനി എന്താണ് മാർഗം? ഒരു മാർഗവും ഇല്ല. ഇനി ഗുഹാമുഖം അടച്ചു കളയുക, കല്ലുകൾ വെച്ച് ഉള്ള സംവിധാനങ്ങൾ വെച്ച് ഗുഹയുടെ വാതിലുകൾ അതാ എല്ലാ ഭാഗങ്ങളും അടച്ചു കളയുകയാണ്. എന്നിട്ട് രാജാവ് പറയാണ്, അവരതിന്റെ ഉള്ളിൽ കിടന്നിട്ട് വിശപ്പിനാലും ദാഹത്താലും മരിച്ചു പോകട്ടെ, അവരിനി പുറത്തേക്ക് ഇറങ്ങണ്ട. സുബ്ഹാനല്ലാഹ്, അവർക്കുണ്ടോ മനസ്സിലായിന്? അവര് ഉണർന്നിരിക്കുകയാണെന്നല്ലേ വിചാരിച്ചത്. വതഹ്സബുഹും ഐഖാലൻ വഹും റുഖൂദ്. അവരിതൊന്നും കാണുന്നില്ല, കാരണം അവര് ഉറക്കിലാണ്, ഗാഢമായ ഉറക്കിലാണ്. അല്ലാഹു തആലയോട് ദുആ ചെയ്തു റഹ്മത്ത് തരാൻ. അല്ലാഹു വലിയ കാരുണ്യം ചെയ്തു കൊടുത്തു. അവര് ഉറക്കിലാണ്. രാജാവ് വിചാരിച്ച് അവര് ഉണർന്നിരിക്കുകയാണ്. വല്ലാഹു യഅലമു അന്നഹും നിയാം. എന്നാൽ അല്ലാഹുക്കല്ലേ അറിയൂ അവര് ഉറങ്ങുകയാണെന്ന്. അപ്പൊ ഈ രാജാവിന്റെ കൂട്ടത്തിൽ തന്നെ രണ്ടാൾക്കാരാണ്. പട്ടാളക്കാരെ കൂട്ടത്തിൽ തന്നെ രണ്ടാൾക്കാരുണ്ട്. അവര് രാജാവിന്റെ ആൾക്കാരാണ് പ്രത്യക്ഷത്തിൽ. പക്ഷേ ഇന്ന റജുലൈനി മുഅ്മിനൈനി, ആ രണ്ട് മനുഷ്യന്മാരും മുഅ്മിനീങ്ങളായ ആളുകളായിരുന്നു. അവര് രാജാവിന്റെ ദഖിയാനൂസിന്റെ കൊട്ടാരത്തിൽ താമസിക്കുന്നവരാണ്. യക്തുമാനി ഈമാനഹുമാ, അവരെ ഈമാൻ അവര് ഒളിപ്പിച്ചു വെച്ചതാണ്. ഈ യുവാക്കൾ അവരെ ഈമാൻ പരസ്യപ്പെടുത്തി. അവര് പ്രത്യേകം ഒരു ഇബാദത്ത്, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ ഒരു സ്ഥലം ഉണ്ടാക്കി. അവര് ഇബാദത്തൊക്കെ തുടങ്ങിയപ്പോഴാണല്ലോ അക്രമം തുടങ്ങിയത്. എന്നാൽ ആ രണ്ട് മനുഷ്യന്മാര് അല്ലാഹുവിൽ വിശ്വസിച്ചു. അത് രഹസ്യമാക്കി കൊട്ടാരത്തിൽ തന്നെ താമസിച്ചു. അവരും കൂടി ഇവിടെ വരുന്നുണ്ട് ഇവരെ കാണാൻ. ഇവരെ കണ്ടപ്പോൾ അവർക്ക് സംഗതി മനസ്സിലായി, അല്ലാഹു തആല ഇവർക്ക് വലിയ മഹത്വം കൊടുത്തിട്ടുണ്ട്. ഇവര് ഇതിന്റെ ഉള്ളിൽ കിടന്ന് ദാഹത്താലും വിശപ്പിനാലും മരിക്കൊന്നില്ല. ഈ മുഅ്മിനീങ്ങൾക്ക് മനസ്സിലായി. ഔലിയാക്കൾക്കാണല്ലോ മനസ്സിലാകുക. അപ്പോൾ ഈ രണ്ട് മുഅ്മിനീങ്ങളായ മനുഷ്യന്മാരും എന്ത് ചെയ്തു എന്നറിയോ? അവര് എല്ലാവരും പോകുമ്പോ അവർ ഈ സംഭവം അവിടെ രേഖപ്പെടുത്തി. അവര് അവിടെ അന്നത്തെ സംവിധാനത്തിൽ കല്ലിലോ അല്ലെങ്കിൽ മരത്തിലോ കൊത്തിവെക്കുന്ന രൂപത്തിൽ ഇങ്ങനെ ദഖിയാനൂസ് രാജാവിന്റെ കാലത്ത് ജീവിച്ച 7 യുവാക്കൾ വിശ്വാസികളായി ജീവിച്ച് അവർ രാജാവിന്റെ ആക്രമണങ്ങളും നാട്ടുകാരുടെ അധിക്ഷേപങ്ങളും ഭയന്ന് ഈമാൻ തെറ്റിപ്പോകുമോ എന്ന് പേടിച്ച് ഗുഹയിൽ അഭയം തേടിയിട്ടുണ്ടെന്നും ആ ഗുഹ ഇങ്ങനെ അടച്ച് രാജാവ് തിരിഞ്ഞു പോകാന്നുള്ള ചരിത്രം അവരെന്ത് ചെയ്തു? അവിടെ രേഖപ്പെടുത്തി. എന്നിട്ടോ ആ ചരിത്രം 2 പലകയിലായി രേഖപ്പെടുത്തിയിട്ട് അതൊരു പ്രത്യേകം പെട്ടിയിലാക്കി, ആ ഗുഹയുടെ ഒരു താബൂത്തിൽ ഒരു പെട്ടിയിലാക്കി, ചെമ്പിനാലുള്ള ഒരു പെട്ടിയിൽ ആ ചരിത്രം അവര് എഴുതിയത് അവര് ഭദ്രമാക്കി വെച്ചു. എന്നിട്ട് ആ പെട്ടി ഈ ചുമര് ചായ്ക്കുന്ന കൂട്ടത്തിൽ അവിടെ വെച്ചു. കാരണം ഇവര് ഇതിന്റെ ഉദ്യോഗസ്ഥന്മാർപ്പെട്ടാണല്ലോ. അപ്പൊ അവര് പറഞ്ഞു അതിന്റെ കൂട്ടത്തിൽ ഇതും അവിടെ വെച്ചേക്കെന്ന് പറഞ്ഞിട്ട് അവരും എന്ത് ചെയ്തു? ഗുഹ നല്ല കല്ലുകൾ വെച്ച് ചായ്ച്ച് അടക്കുമ്പോ ഈ പെട്ടിയും ചെമ്പിന്റെ പെട്ടിയും അവിടെ വെച്ച് അവര് ആ ഗുഹ അടച്ചു കളഞ്ഞു.
അവര് എന്നിട്ട് അവരാഗ്രഹിക്കുന്നുണ്ട്. എന്താ അവരാഗ്രഹിക്കുന്നത്? ലഅല്ലല്ലാഹു യൽഹറു അലാ ഹഉലാഇൽ ഫിത്യ ഖൗമൻ മുഅ്മിനീന ഖബ്ല യൗമിൽ ഖിയാമ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിന്റെ മുമ്പ് മുഅ്മിനീങ്ങളായ ജനങ്ങൾക്ക് അല്ലാഹു തആല വെളിവാക്കി കൊടുക്കും. അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം ഖിയാമത്ത് നാളിന്റെ മുമ്പ് അല്ലാഹു മുഅ്മിനീങ്ങൾക്ക് വെളിവാക്കി കൊടുക്കും. അപ്പോൾ അവർ ഈ കവാടം പൊളിച്ച് ഉള്ളിലേക്ക് കടക്കുമ്പോൾ അവർക്ക് മനസ്സിലാകണം, ഇവിടെ ഇങ്ങനെ ഒരു ചെമ്പിന്റെ പെട്ടിയുണ്ട്, ആ പെട്ടിക്കകത്ത് ഇവരുടെ ചരിത്രമുണ്ട് എന്ന് മനസ്സിലാക്കണം. അങ്ങനെ അത് ആഗ്രഹിച്ചുകൊണ്ടാണ് ആ രണ്ട് മനുഷ്യന്മാരും ആ നല്ല കാര്യം ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഉണ്ടാവും ഓരോ കാലഘട്ടത്തിലും ഓരോ മനുഷ്യന്മാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോരുത്തർക്കും തോന്നിപ്പിക്കുകയാണ്, ചരിത്രം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ലല്ലോ. എന്നാൽ നിങ്ങൾക്കറിയോ, ഇന്ന് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നമ്മുടെ രാജ്യം 800 വർഷം, കുറച്ചു കാലമാണോ 800 കൊല്ലം എന്ന് പറഞ്ഞാൽ, ബ്രിട്ടീഷുകാർ വരുന്നതിന്റെ മുമ്പ് 800 കൊല്ലം ഇന്ത്യ ഭരിച്ചത് മുസ്ലിങ്ങളാണ്. ബ്രിട്ടീഷുകാർ 400 കൊല്ലത്തോളമാണ് ഇവിടെ. ബ്രിട്ടീഷുകാർ മാത്രമല്ല, പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഇന്ത്യ വാസ്കോഡി ഗാമ കാപ്പാട് കപ്പലിറങ്ങിയിട്ട് തുടങ്ങിയതാണല്ലോ ഇന്ത്യയിലെ വിദേശികളുടെ അധിനിവേശം, പിടിച്ചെടുക്കലും അധികാര സ്ഥാപിക്കലൊക്കെ. അതിന്റെയൊക്കെ എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് ഇന്ത്യ 800 കൊല്ലം മുസ്ലിമീങ്ങളായ ഭരണാധികാരികൾ ഭരിച്ചിരുന്നു ഇന്ത്യ. പക്ഷെ അവരൊന്നും തന്നെ ഇവിടെ ആരെയും കൊല്ലുകയോ വെട്ടിപ്പിടിക്കുകയോ, ഇന്ത്യയിൽ ഒരുപാട് ചരിത്രങ്ങൾ ഉണ്ടാക്കുകയാണ് അവർ ചെയ്തത്, ചരിത്ര നിർമ്മിതികൾ. എന്നാൽ ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന കക്ഷികൾ ഒരു ചരിത്രവുമില്ലാത്ത, ഒരു പാരമ്പര്യവുമില്ലാത്ത കുറെ ആളുകൾ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പോലും ഒരു പങ്കും വഹിക്കാത്ത ആളുകൾ, അവരിന്ന് ചെയ്യുന്ന എന്താ? എല്ലാ ചരിത്ര രേഖകളും നശിപ്പിച്ച് കളയുക, ചരിത്ര സ്മാരകങ്ങളെല്ലാം പൊളിച്ചു കളയുക, ചരിത്രത്തിൽ മാറ്റം വരുത്തുക. സ്കൂളിലൊക്കെ ഇപ്പോൾ പഠിക്കുന്ന സ്വാതന്ത്ര്യ സമര ചരിത്രം എന്താ നമ്മൾ പഠിക്കുന്നത്? മഹാത്മാഗാന്ധി അല്ലേ? അതുപോലെ തന്നെ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി തുടങ്ങിയ ഒരുപാട് ധീരദേശാഭിമാനികളെ പഠിക്കും. എന്നാൽ അതൊക്കെ ഇപ്പൊ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുക. ഇപ്പോ സവർക്കറും ഗോൾവാർക്കറും ഒക്കെ ആയിരുന്നു സ്വാതന്ത്ര്യ സമരത്തിന്റെ ആളുകൾ എന്ന് പഠിപ്പിക്കാൻ തുടങ്ങുകയാണ്. ചരിത്രത്തെ മാറ്റിമറിക്കുകയാണ്, ചരിത്രത്തെ തെറ്റായി എഴുതി വെക്കുകയാണ്. അങ്ങനത്തെ ക്രൂരതയാണ് ഇപ്പോഴുള്ള അധികാരത്തിലിരിക്കുന്നവരും അവരുടെ കീഴിലുള്ള ആളുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന് ബദലായിട്ട് എന്ത് വേണം? നമ്മുടെ ചരിത്രം നമ്മൾ കൃത്യമായി സൂക്ഷിക്കുകയും വരുന്ന തലമുറക്ക് കൈമാറിക്കൊടുക്കുകയും ചെയ്യണം. നെല്ലിക്കുത്ത് മുഹമ്മദ് അലി മുസ്ലിയാർ എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ ഉണ്ടായിരുന്നു. അള്ളാഹു ഖബർ ദർജയുള്ളതായി കൊടുക്കട്ടെ. നെല്ലിക്കുത്ത് ഇസ്മായിൽ ഉസ്താദ് അല്ല, നെല്ലിക്കുത്ത് മുഹമ്മദ് അലി മുസ്ലിയാർ. ആ നെല്ലിക്കുത്ത് മുഹമ്മദ് അലി മുസ്ലിയാരുടെ അടുത്ത് നിന്നാണ് ഇന്ന് കേരളത്തിലുള്ള ഡോക്ടറേറ്റ് എടുത്ത എല്ലാ ചരിത്രകാരന്മാരും കേരളത്തിലുള്ള ഇസ്ലാമിക പൈതൃകത്തിന്റെ ചരിത്രം പഠിച്ചതും പുസ്തകം എഴുതിയതും മനസ്സിലാക്കിയതുമൊക്കെ. കാരണം അദ്ദേഹം ജീവിതം മുഴുക്കെ പരിശ്രമിച്ചതും, അദ്ദേഹം കേരളത്തിൽ എത്താത്ത മഹലുണ്ടാവില്ല. മുഹമ്മദ് അലി മുസ്ലിയാർ എല്ലാ സ്ഥലത്തും എത്തിയിട്ടുണ്ടാവും. പക്ഷെ നമുക്കാർക്കും അദ്ദേഹത്തെ പബ്ലിക് അത്ര പരിചയമില്ല. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ ഇന്ന്, അദ്ദേഹത്തിന്റെ ചരിത്രം ഇന്ന് ലഭ്യമാണ്. അദ്ദേഹം ഒരുപാട് ചരിത്രങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾക്ക് പഠിക്കാൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് പലരും ഡോക്ടറേറ്റ് എല്ലാം എടുത്തത് നെല്ലിക്കുത്ത് മുഹമ്മദ് അലി മുസ്ലിയാരുടെ അടുത്ത് നിന്ന് മനസ്സിലാക്കിയിട്ടാണ്. അപ്പൊ ചരിത്രത്തെ സൂക്ഷിക്കാനും പഠിക്കാനും എഴുതി വെക്കാനും ഒക്കെ തയ്യാറാവുക എന്നത് വലിയ മഹത്വമുള്ള കാര്യമാണ്. കാരണം പിൽക്കാലത്തുള്ള ആളുകൾക്ക് ഇത് പഠിക്കാനും മനസ്സിലാക്കാനും കഴിയും. അങ്ങനെ അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം രേഖപ്പെടുത്തി രണ്ട് നല്ല മനുഷ്യന്മാർ. അവര് പ്രത്യക്ഷത്തിൽ രാജാവിന്റെ കൂടെയുള്ള ആളുകളാണ്. സുബ്ഹാനല്ലാഹ്, ആ ചരിത്രം അവർ ആ ഗുഹാമുഖത്ത് തന്നെ സ്ഥാപിക്കുകയാണ്. അൽ കഹ്ഫിന്റെ ആദ്യത്തിൽ ഇവരുടെ ചരിത്രത്തെ ഷോർട്ടായി ഹ്രസ്വമായി പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല
ഖുർആനിൽ പറഞ്ഞില്ലേ? അതെ, അല്ലാഹുവിന്റെ മഹാന്മാരായ അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം പറയാൻ തുടങ്ങുമ്പോൾ പറഞ്ഞില്ലേ? 9-ാമത്തെ ആയത്തിൽ പറഞ്ഞില്ലേ? അം ഹസിബ്ത അന്ന അസ്ഹാബൽ കഹ്ഫി വറഖീമി കാനൂ മിൻ ആയാതിനാ അജബാ. അസ്ഹാബുൽ കഹ്ഫിന്റെ റഖീമിന്റെയും സംഭവം എന്ന് പറഞ്ഞില്ല. ആ റഖീം എന്ന് പറഞ്ഞത് ഈ സംഭവമാണ്. അവരുടെ ചരിത്രം ഒരു ചെമ്പിന്റെ പെട്ടിയിലാക്കിയിട്ട് എഴുതി സൂക്ഷിച്ചില്ലേ, ആ സംഭവവും എന്നാണ് എന്ന് തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം. ഇരിക്കട്ടെ, ഏതായാലും രാജാവും ആളുകളും ഗുഹ അടച്ചുപോയി. അവര് അതിന്റെ ഉള്ളിൽ നിന്ന് ദാഹവും വിശപ്പും കൊണ്ട് മരിച്ചു പോകുമെന്നാണ് മനസ്സിലാക്കിയത്. ഇൻഷാ അല്ലാഹ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞു. പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, അദാ വകദാലിക ബഅസ്നാഹും ലിയതസാഅലൂ ബൈനഹും. വകദാലിക, ഇപ്രകാരം തന്നെ, ബഅസ്നാഹും, അവരെ നാം ആ ഉറക്കിൽ നിന്ന് ഉണർത്തുകയാണ്. അപ്പോഴേക്ക് വർഷം എത്ര കഴിഞ്ഞ്? 309 കൊല്ലം കഴിഞ്ഞു. വർഷം 300 കഴിഞ്ഞു. 309 വർഷം കഴിഞ്ഞിട്ടാണ് ഉറക്കിൽ നിന്ന് ഉണരുന്നത്. എന്തൊരു അനുഗ്രഹമാണ് അല്ലാഹു തആല ചെയ്തു കൊടുത്തത്. വകദാലിക എന്ന് ഖുർആൻ പറഞ്ഞില്ലേ, ഇതേപോലെ എന്ന് പറഞ്ഞാൽ അവർക്ക് അല്ലാഹു തആല ഉറക്ക് നൽകിയത് ദാലിക മിൻ ആയാതില്ലാ, അത് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണെന്ന് പറഞ്ഞല്ലോ. അതേ ദൃഷ്ടാന്തം തന്നെയാണ് അവരെ അല്ലാഹു ഉണർത്തിയതും. അല്ലാഹു തആല അവരെ ഉണർത്തിയതും വലിയ അലാമത്താണ്. ഈമാനുള്ളവർക്ക് വലിയ പാഠമാണ്. വകദാലിക ബഅസ്നാഹും ലിയതസാഅലൂ ബൈനഹും, അവരെ അന്യോന്യം പരസ്പരം ചോദിക്കാൻ തുടങ്ങുകയാണ്. ഉറക്കിൽ നിന്ന് എല്ലാവരും 7 ആളുകളും ഇങ്ങ് എഴുന്നേറ്റ് പരസ്പരം ചോദിക്കാൻ തുടങ്ങുകയാണ്. സുബ്ഹാനല്ലാഹ്, എങ്ങനെയാണ് അവർ ഉണരാനുണ്ടായ സാഹചര്യം എന്നറിയോ? ഉണരാനുണ്ടായ സാഹചര്യം അതാ 300 വർഷങ്ങൾക്ക് ശേഷം അവിടെ ഒരാടിനെ മേക്കാൻ വന്ന ആട്ടിടയൻ. ഇതൊക്കെ അള്ളാഹുവിന്റെ തീരുമാനമാണ്. ആടിനെ മേക്കാൻ വന്ന ആട്ടിടയൻ തന്റെ ആടിനെ മേക്കുന്നതിനിടയിൽ ഒന്ന് വിശ്രമിക്കാൻ വേണ്ടി ഇരിക്കാനും കുറച്ച് സമയം ചെലവഴിക്കാനും ഒക്കെ ഒരു സ്ഥലം കിട്ടുമോ ഇങ്ങനെ പരുതാണ്. അപ്പൊ പരുതുമോ ഒരു ഗുഹ കണ്ടു. ഒരു ഗുഹാമുഖം പോലെ അദ്ദേഹത്തിന് തോന്നി. അത് ഇതൊന്ന് പൊളിച്ചാൽ ചിലപ്പോ ഇതിന്റെ ഉള്ളില് ഒരു സൗകര്യം ഉണ്ടാവും, അവിടെ ഇരിക്കാലോ, കുറച്ച് വെയിലൊന്നും കൊള്ളണ്ടാലോ എന്ന് വിചാരിച്ചിട്ട് അയാൾ എന്ത് ചെയ്തു? ഈ ഗുഹയുടെ കവാടം പൊളിക്കാൻ തുടങ്ങി. അങ്ങനെ അതിങ്ങനെ പൊളിച്ച് ആ ഗുഹ തുറന്നു വെച്ചു അയാൾ. അപ്പൊ നല്ല വിശാലമായ ഗുഹ കാണുകയാണല്ലോ. സുബ്ഹാനല്ലാഹ്. അപ്പോഴാണ് അല്ലാഹു തആല ഈ ആളുകളെ അവർ ഉറക്കിൽ നിന്ന് ഉണർത്തുന്നത്. അദ്ദേഹത്തെ അല്ലാഹു തആല അയാൾക്ക് മനസ്സിൽ തോന്നിച്ചതാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോഴേക്ക് കാലം 300 കൊല്ലം കഴിഞ്ഞു. നാട് ഒട്ടാകെ മാറിപ്പോയിട്ടുണ്ട്. നേരത്തെ ഉള്ള ദഖ്യാനൂസ് രാജാവല്ല ഭരണം നടത്തുന്നത്, അയാളൊക്കെ മരിച്ചു മണ്ണടിഞ്ഞു പോയി. പിന്നെയോ നാടിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ഖുർആൻ തന്നെ പറയട്ടെ, ഖാല ഖായിലും മിൻഹും കം ലബിത്തും, അവരിൽപ്പെട്ട മുതിർന്ന ഒരാൾ ചോദിക്കുകയാണ്, അല്ലടോ നമ്മളിങ്ങനെ ഉറങ്ങയല്ലേ കുറെ ആയിട്ട്, എത്ര കാലാ ഉറങ്ങിയേ, എത്ര നേരാ ഉറങ്ങിയേ? ഖാലൂ ലബിസ്നാ യൗമൻ ഔ ബഅദ യൗം. അപ്പൊ കുറച്ചാള് പറഞ്ഞ് ഉറങ്ങിയിട്ടുണ്ടാവും ഒരു ദിവസം കുറച്ച് കൂടുതൽ ഉറങ്ങിപ്പോയി തോന്നുന്നുണ്ട്, ഒരു ദിവസം അല്ലെങ്കിൽ ബഅദ യൗം, ഒരു ദിവസത്തിന്റെ പകുതി.
നമ്മൾ ഗുഹയിൽ കയറിയത് രാവിലെയാണല്ലോ, ഇപ്പം വൈകുന്നേരമായി എന്നാ തോന്നുന്നതെന്ന് പറഞ്ഞ ഒരാള് രാവിലെയാണ് കയറിയത്. അപ്പോ സൂര്യാസ്തമയത്തിന് ശേഷമാണ് ഈ സംഭവം, അവരെ ഉണർച്ച. അപ്പോ വൈകുന്നേരമായത് അല്ല, വേറെ കുറച്ച് ഇയാളുണ്ടല്ലോ, അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും അവര് സംസാരിക്കാണ്. അല്ല, നേരം വെളുത്തെന്ന് തോന്നുന്നുണ്ട്. ഒരു ദിവസം നമ്മൾ ഉറങ്ങിപ്പോയി തോന്നുന്നുണ്ട്, കുറച്ച് കൂടുതൽ ഉറങ്ങിപ്പോയല്ലേ. സംഗതി ഒരു ദിവസം അല്ലെങ്കിൽ അര ദിവസമായിട്ടാണോ ഈ ഉറങ്ങിയത്? 300 കൊല്ലല്ലേ, 1 കൊല്ലോ 2 കൊല്ലോ അല്ല. ഇത് ഇല്ലാത്ത കഥയൊന്നും അല്ലല്ലോ, പരിശുദ്ധ ഖുർആനല്ലേ ഈ പറയുന്നത്. ഇത് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. അപ്പോൾ അവരിൽപ്പെട്ടവർ തന്നെ പറയാണ്, ഖാലൂ റബ്ബുക്കും അഅലമു ബിമാ ലബിസ്തും. നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംശയമൊന്നും പറയണ്ട. റബ്ബുക്കും അഅലമു ബിമാ ലബിസ്തും, രക്ഷിതാവായ അല്ലാഹുവിനറിയാം എത്രയാണ് നമ്മൾ ഇവിടെ ഉറങ്ങിയത് എന്ന്. അല്ലാഹുവിനറിയാം. അല്ലാഹുവിനോട് ദുആ ചെയ്തല്ലേ നമ്മൾ, അല്ലാഹുവല്ലേ നമുക്ക് ഉറക്ക് തന്നത്. ഇനി ഇങ്ങനെ നമ്മൾ ചർച്ച ചെയ്തിട്ട് സമയമൊന്നും കളയണ്ട. നല്ല വിശപ്പുണ്ട്. ഖുർആൻ പറയാണ്, നല്ല വിശപ്പ് അവർക്കുള്ളത് കൊണ്ട് തന്നെ ഫബ്അസു അഹദകും ബിവറിഖികും ഹാദിഹി ഇലൽ മദീന. അതുകൊണ്ട് നമ്മൾ ആരെങ്കിലും ഒരാളെ അങ്ങാടിയിലേക്ക് പറഞ്ഞേക്കാം, പട്ടണത്തിലേക്ക് നമ്മൾ ഒരാളെ പറഞ്ഞേക്കാം. നമ്മളെ കയ്യിൽ കുറച്ച് ദിർഹമുണ്ടല്ലോ, കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട്, കുറച്ച് പൈസ. അന്ന് വരുമ്പം കുറച്ച്, ഞാൻ പറഞ്ഞല്ലോ ഇവര് പാവപ്പെട്ട ആൾക്കാരൊന്നുമല്ല ഈ യുവാക്കള്. പൊരയിലെല്ലാം നല്ല കഴിവും എല്ലാം ഉള്ള മന്ത്രിമാരുടെ മക്കളും രാജകൊട്ടാരത്തിൽ താമസിച്ചവരുമായ വലിയ വലിയ ആളുകളാണ്. അവര് കയ്യിൽ കുറച്ച് പൈസ കരുതിയിട്ടുണ്ട്, നാണയങ്ങൾ കരുതിയിട്ടുണ്ട്. അപ്പൊ അവര് തന്നെ പറയാണ്, കുറച്ച് ഇതില്ലേ, കയ്യിൽ കുറച്ച് ക്യാഷ് ഇല്ലേ, അതുകൊണ്ട് ആ നാണയങ്ങളും കൊണ്ട് പട്ടണത്തിലേക്ക് ആരെങ്കിലും ഒരാൾ പോണം. ഫല്യൻദുർ അയ്യുഹാ അസ്കാ തുആമാ. എന്നിട്ട് അവിടെ ഏറ്റവും നല്ല ഭക്ഷണം ഉണ്ടെന്ന് നോക്കണം. എന്താ? അന്ന് അവര് പോരുന്ന സമയത്ത് ഹിജ്റ പോകുമ്പോ അവരെ മനസ്സിൽ കഴിഞ്ഞ് ഇന്നലെ വരുമ്പോ എന്നാ ഉണ്ടാവുക. അവര് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ ഒരു ദിവസം അല്ലെങ്കിൽ അര ദിവസം ഉറങ്ങിന്നല്ലേ. നമ്മള് മെഞ്ഞാന്ന് പോരുമ്പോ അല്ല ഇന്നലെ പോരുമ്പോ അവിടെ മര്യാദയ്ക്ക് അറിവ് നടത്തുന്ന ആൾക്കാരില്ല, എല്ലാം രാജാവ് ദഖിയാനൂസിന്റെ ആൾക്കാരാണ്. ഓല അർത്ഥ നമുക്ക് തിന്നാൻ പറ്റൂലല്ലോ. കാരണം അർത്ഥത് ഭക്ഷിക്കണമെങ്കിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മി ചൊല്ലിയിട്ട് അർത്ഥതേ നമുക്ക് ഭക്ഷിക്കാൻ പറ്റൂ, അല്ലാത്ത ഭക്ഷിക്കാൻ പറ്റൂല. അപ്പോ ചിക്കൻ വാങ്ങാൻ പോകുമ്പോഴും കുട്ടികളെ പറഞ്ഞേക്കുമ്പോഴും അതുപോലെ ഇറച്ചിക്ക് ഓർഡർ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, ഇതാരെ അർത്ഥതാണ്. അതാണ് അറിവിന്റെ നിയമമാണ്. അർത്ഥത് നമുക്ക് ഭക്ഷിക്കണമെങ്കിൽ ബിസ്മി ചൊല്ലിയിട്ട് അറക്കണം. ബിസ്മി ചൊല്ലിട്ട് അറക്കണമെങ്കിൽ ബിസ്മി ചൊല്ലുന്ന ആളും ആകണ്ടേ അർത്ഥത്. അപ്പൊ അതേ നമുക്ക് ഭക്ഷിക്കാൻ പറ്റൂ. ആ നിയമം അന്നും അങ്ങനെ തന്നെയാണ്. അപ്പൊ അവര് അതാണ് ഉദ്ദേശിച്ചത് എന്ന് പണ്ഡിതന്മാര് പറഞ്ഞു. അയ്യുഹാ അസ്കാ തുആമൻ, ഏറ്റവും നല്ല ഭക്ഷണം, ഏറ്റവും നല്ല ഭക്ഷണം ഉണ്ടോ എന്ന് ഒരാൾ പോയിട്ട് അന്വേഷിച്ചു നോക്കുക. ഇവിടെ ധാരാളം വിശദീകരണം നമുക്ക് കാണാം. ഹലാലായ ഭക്ഷണം അത് മാത്രമേ ഭക്ഷിക്കാവൂ. അതാണ് അസ്കാ തുആമൻ, ഏറ്റവും നല്ല ഭക്ഷണം എന്ന് പറഞ്ഞത്. ഹലാലായ ഭക്ഷണം, ഹലാലല്ലാത്തതൊന്നും കഴിക്കാൻ പാടില്ല. ആ യുവാക്കൾ പറയുകയാണ്, ഫല്യൻദുർ അയ്യുഹാ അസ്കാ തുആമാ, ഏറ്റവും നല്ല ഭക്ഷണം ഉണ്ടോ എന്ന് പരിശോധിക്കണം. സുബ്ഹാനല്ലാഹ്, ഞാൻ ഒരു സ്ഥലത്ത് കല്യാണത്തിന് വേണ്ടി പോവുകയാണ്. ഒരാൾ എന്നെ കല്യാണത്തിന് വേണ്ടി ക്ഷണിച്ചതാണ്. കല്യാണത്തിന് പോകുമ്പോ ഞാൻ എൻ്റെ സ്നേഹിതനുമായി ഈ വിഷയം പങ്കുവെച്ചു. ഇന്ന് ഒരു നിക്കാഹുണ്ട്, ഞാൻ അങ്ങോട്ട് പോവുകയാണ്, നിങ്ങൾക്ക് ആ നിക്കാഹ് ഉണ്ടോ, നിങ്ങളും വരുന്നോ എന്ന് സൗഹൃദപരമായിട്ട് ചോദിച്ചാണ്. അപ്പൊ അയാൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ നിക്കാഹിന് പോയിക്കോ, പോയിട്ട് ഒരു സാധനം ആടുന്ന് തിന്നണ്ടേ, വേഗം തടി സലാമത്തായിക്കോന്ന്. സുബ്ഹാനല്ലാഹ്. ഞാൻ പറഞ്ഞത് ഇപ്പൊ എങ്ങനെ നടക്കുക? മംഗലത്തിന് പോകുന്ന വരിയാക്കി തിന്നണ്ടിട്ട് തന്നെയല്ലേ, ഇതെങ്ങനെ നടക്കുക? തിന്നാതിരിക്കലാണ് ഖൈറ്. എന്താ വിഷയം? വിഷയം എന്ന് പറഞ്ഞാൽ പലിശന്റെ ആളാണ് അയാൾ.
മുതലിൽ ഭൂരിഭാഗവും പലിശയാണ്. ആൾക്കാർക്ക് പൈസ വായ്പ കൊടുക്കുക, പലിശ വാങ്ങുക, ഈ ഇടപാടിന്റെ ആളാ മെയിനായിട്ട്. അതുകൊണ്ട് സമ്പത്ത് മുഴുവനും ശുബ്ഹത്തിന്റെ മുതലാണ്, ഹലാലും ഹറാമും കൂടിക്കലർന്നതായിരിക്കും. പലിശ എന്നത് അങ്ങേയറ്റം നിഷിദ്ധമായതാണ്. അതുകൊണ്ടുള്ള ഭക്ഷണം പള്ളയിലായാൽ ഹറാമ് ഭക്ഷിച്ചു പോകും എന്ന് പറഞ്ഞു. ഇത് ഞാൻ പറഞ്ഞതാണെന്ന് നിങ്ങൾ പ്രസംഗിക്കൊന്നും വേണ്ടേ. ആടെ പോയിട്ട് നിക്കാവും കഴിഞ്ഞിട്ട് വല്ലതും അടിസ്ഥാനത്തായി ഞാൻ ആ ചെറുപ്പക്കാരന്റെ വാക്ക്, ഒരു സാധാരണക്കാരൻ ചെറുപ്പക്കാരൻ പറഞ്ഞതാണ്. അപ്പൊ നിങ്ങൾക്ക് അയാളൊരു സൂക്ഷ്മത, ആ യുവാവിന്റെ ഒരു സൂക്ഷ്മത, അങ്ങനത്തെ യുവാക്കൾ ഇപ്പോൾ നമ്മളെ കൂട്ടത്തിലുണ്ട്. അള്ളാഹു ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. അപ്പോ ആ നിക്കായിന് അയാളും പങ്കെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഞാനും എന്ത് ചെയ്ത് സ്റ്റേജിൽ വന്ന് ബേക്കിലൂടെ മെല്ലനെ ഇറങ്ങിയിട്ട് മെല്ലനെ പോന്ന്. കന്ന് ആടുന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല. ഏതായാലും ഹറാമായ ഭക്ഷണം എന്നത് വലിയ വിഷയമാണ്. അതുകൊണ്ട് അസ്ഹാബുൽ കഹ്ഫ് പറയുന്നത് ഫൽയൻദുർ അയ്യുഹാ അസ്കാ തുആമൻ, ഹലാലായ ഭക്ഷണം ഉണ്ടെങ്കിൽ മേടിച്ചിട്ട് കൊണ്ടുവാ. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനത്തെ പള്ളിയിലെ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒഴിവാക്കുമോ ആ ജമാഅത്ത്? മദീനത്തെ പള്ളിയിൽ മുത്ത് നബി ഇമാമത്ത് നിൽക്കുന്ന ജമാഅത്ത്. സുബ്ഹാനല്ലാഹ്. ഇപ്പോഴും മദീനത്ത് സുബഹി ബാങ്ക് ഇങ്ങനെ കൊടുക്കുമ്പോൾ കാണാം, ഓരോ വീടുകളിൽ നിന്നും ഫ്ലാറ്റുകളിൽ നിന്നുമൊക്കെ മുസല്ല എടുത്തിട്ടും എടുക്കാതെയും ഒക്കെ ആയിരങ്ങൾ ഇങ്ങനെ ഒഴുകി ജമാഅത്തിലേക്ക് ഇങ്ങനെ വരുന്ന കാഴ്ച രാവിലെ ഒന്ന് കാണേണ്ടത് തന്നെയാണ്. നമ്മളൊക്കെ ഇങ്ങനെ അത്ഭുതപ്പെട്ടു പോകും. സുബ്ഹാനല്ലാഹ്. ഇവിടെ ബാങ്ക് എത്ര വിളിക്കുന്നുണ്ട്, പള്ളിയിലേക്ക് എത്ര ആൾ വരുന്നുണ്ട്, നമ്മൾ ചിന്തിച്ചു നോക്കാം. ഇന്നും മദീനയിലെ ഫ്ലാറ്റുകളിൽ ആരും കിടക്കുന്നില്ല എന്നാണ് മനസ്സിലാകുന്നത്. ചിലപ്പോൾ ഉണ്ടാകും. സുബഹിന്റെ സമയത്ത് നിങ്ങൾ പള്ളിയുടെ മുകളിൽ കയറിയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്ലാറ്റിന്റെ മുകളിൽ കയറിയിട്ടോ റോഡിലേക്കൊന്ന് നോക്കണം. ആയിരക്കണക്കിന് ആളുകൾ നാല് ഭാഗത്തു നിന്നും പള്ളിയിലേക്ക് ഇങ്ങനെ ബാങ്കിന്റെ ആ ശബ്ദം തുടങ്ങുമ്പോൾ ഒഴുകി ഒഴുകി വരുന്ന കാഴ്ച. അല്ലാഹ്, ഞങ്ങൾക്ക് ധാരാളം അവിടെ എത്താൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അപ്പോൾ അന്നത്തെ ആ മദീനത്തെ പള്ളി സുബ്ഹാനല്ലാഹ്, റൗള ശരീഫിലുള്ള ആ ജമാഅത്ത് നിസ്കാരം, റൗള ശരീഫിലുള്ള ജമാഅത്ത് നിസ്കാരം, അതിൽ പങ്കെടുക്കാൻ എല്ലാവരും ഉണ്ടാകുമല്ലോ, ഒരാളും വരാതിരിക്കൂലല്ലോ. സുബ്ഹാനല്ലാഹ്. എപ്പോഴും ജമാഅത്തിന് വരുന്ന ഒരാള്, എപ്പോഴും ജമാഅത്തിന് വരുന്ന ഒരാള് ജമാഅത്തിന് അയാളെ കാണുന്നില്ല. ജമാഅത്തിന്റെ സമയത്ത് അയാളെ കാണുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളെ പിടിച്ച്, അല്ല എപ്പോഴും ജമാഅത്തിന് വരുന്ന ആളല്ലേ, എന്താ കാണാത്തത്? അങ്ങനെയാണ് നമ്മൾ പള്ളിയിൽ സ്ഥിരം വരുന്ന ആൾക്കാർ ഒരു ദിവസം വരാണ്ടായിപ്പോയാല് ഇവിടെ എല്ലാം കേൾക്കാം, എടുപ്പോയി അവൾക്ക് എടുപ്പോയി ഹാജിക്ക് എടുപ്പോയി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ചോദിക്കും. അത് സ്വാഭാവികമാണ്. ഓറെ കണ്ടില്ലല്ലോ, ഇവരെ കണ്ടില്ലല്ലോ എന്ന് ചോദിക്കും. എന്താ എപ്പോഴും വരുന്ന ആളാ? ഒരിക്കലും വരാത്ത ആളെ കൊണ്ട് ചോദിക്കോ ഇല്ല. എപ്പോഴും വരുന്ന ആളുകളെ ഇപ്പോഴും ചോദിക്കും, അവര് മരിച്ചാലും പറയും. അതാണ് അതിന്റെ പ്രത്യേകത. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരാളെ ദുആ ചെയ്തല്ലോ. റമദാൻ 10 ആണ്ട് നടക്കുന്ന മൂസക്ക എന്ന് പറഞ്ഞ ഒരാൾക്ക് ദുആ ചെയ്തു ഞാൻ. എന്താ കാരണം? ഓർമ്മിച്ച എന്തുകൊണ്ടാ? എപ്പോഴും ജമാഅത്തിന് വരുന്ന ആളാണ്. അങ്ങനെയുള്ള ആളുകളെ നമ്മൾ എപ്പോഴും ഓർമ്മിക്കും, അവർക്ക് വേണ്ടി ദുആ ചെയ്യും. അത് ഒരു ശീലമാക്കി മാറ്റണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. നമ്മളെ മക്കളെയൊക്കെ ജമാഅത്തിന് വേണ്ടി നമ്മൾ പറഞ്ഞേക്കാം. റമദാനിലും വല്ലാത്തപ്പോഴും. ഇപ്പോ കുട്ടികള് ആദ്യത്തെ 1-2 ദിവസമൊക്കെ തറാവീഹിന് 20-നും എല്ലാം ജോറായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പൊ നോക്കുമ്പോ നമ്മളെ പള്ളിയിലും സഫെല്ലാം കുറഞ്ഞു പോയി. കുഞ്ഞുങ്ങളില്ല എന്ന് പറഞ്ഞാൽ തുടങ്ങി 2 താട്ടുമുട്ടാക്കിയിട്ട് പിന്നെ എവിടെയല്ലോ പോക്കാ, പൊരയിലെത്തുന്നുണ്ട്. അല്ലാഹു അഅലം. പിന്നെ ചില ആൾക്കാരുണ്ട് എവിടെയല്ലോ പോയിട്ട് ഏതായാലും 20 റക്അത്ത് ഞാൻ ഏകദേശം ഒരു 3/4 മണിക്കൂർ എടുക്കല്ലോ. അപ്പൊ ലാസ്റ്റ് പിന്നെ ഞാൻ വന്നിട്ട് എന്ത് ചെയ്യും? ലാസ്റ്റത്തെ 2 റക്അത്ത് കൂടും. അപ്പൊ അങ്ങനത്തെ എല്ലാം സ്ഥിതിയാണ് ഉള്ളത്. അതിൽ നിന്ന് എങ്ങനെ മാറ്റം വരും? അടിക്കാനും പിടിക്കാനും ഇപ്പം കഴിയൂല. സ്കൂളെ മാഷിന് പണ്ടത്തെ വടി തിരിച്ചു കൊടുക്കാനാണ് ഇപ്പം പറയുന്നത്. ഒരു ടീച്ചർ ഞാൻ പറഞ്ഞില്ല, പണ്ടത്തെ ആ വടിയും അടിയൊക്കെ തിരിച്ചു വരണം, എന്നാലേ കുട്ടികൾ നന്നാവും. ഇപ്പൊ അടിച്ചാൽ ഉടനെ
സ്കൂളിലെ ചുമരുമേൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് 1091. എന്താ? ചൈൽഡ് ലൈൻ. അടിച്ചാൽ ഉടനെ മാഷത്തായി പോവും, മദ്രസയിൽ ഉസ്താദും അകത്തായി പോവും. അതുകൊണ്ട് ആരും അടിക്കാനും പിടിക്കാനോ അല്ലെങ്കിൽ കുട്ടികൾ സുബ്ഹാനല്ലാഹ്, ഞാനിപ്പോൾ ഓർമ്മിക്കുകയാണ്, നമുക്ക് കുറ്റ്യാടിയിൽ എപ്പോഴും ക്ലാസ് എടുക്കാറുണ്ട് മാക്കൂൽ മുഹമ്മദ് ഹാജി, അള്ളാഹു ഖബർ സന്തോഷമായി കൊടുക്കട്ടെ. വെള്ളപ്പൊക്കത്തിൽ മരിച്ചുപോയി മാക്കൂൽ മുഹമ്മദ് ഹാജിയും ഷരീഫ് സഖാഫിയും, അള്ളാഹു രണ്ടാളുകൾക്കും സ്വർഗം കൊടുക്കട്ടെ. അദ്ദേഹം നമുക്ക് ക്ലാസ് എടുക്കുമ്പോൾ എപ്പോഴും പറയുന്ന കാര്യമാണ്, 3 വിധത്തിൽ നിങ്ങൾ ജയിലിലായി പോകും. 3 വിധത്തിൽ. ഒന്ന്, കുട്ടികളെ നിങ്ങളെ കൊണ്ട് പറഞ്ഞ് എന്നെ പീഡിപ്പിച്ചു. കുട്ടികളെ ശരീരത്തിൽ തൊട്ടാൽ കുട്ടികൾ പറയുന്ന വാക്കാണ് എന്നെ പീഡിപ്പിച്ചു. അത് ലൈംഗികമായി പീഡിപ്പിച്ചു എന്നൊന്നും പറയണ്ട, പത്രക്കാർ അങ്ങനെയാ പിന്നെ എഴുതുക. പീഡിപ്പിച്ചു എന്ന് കേൾക്കുമ്പോൾ ലൈംഗികമായി പീഡിപ്പിച്ചു, അപ്പോൾ പീഡിപ്പിച്ചു എന്ന് പറയും. തൊട്ടാൽ, കുട്ടികളെ തൊടണ്ടെന്ന് പറഞ്ഞിട്ട് അയാൾ ക്ലാസ് എടുത്തതാ. തൊട്ടാൽ ഒന്ന് പറയും കുട്ടികൾ പീഡിപ്പിച്ചു, രണ്ടാമത് പറയും എന്ത്, എന്നെ സ്പർശിച്ചു എന്ന് പറയും. സ്പർശിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ മാന മാറിയിട്ട് കേസിന്റെ കോലം മാറും. മൂന്നാമത് കുട്ടികൾ പറയും എന്നെ ദുരുദ്ദേശത്തോടുകൂടി നോക്കി എന്ന് പറയും. ഈ 3ന്റെയും കേസിന്റെ കാര്യം ഓർ നമുക്ക് പഠിപ്പിച്ചെന്ന്. ഇതിന് ഒന്നിന് 3 കൊല്ലം കഠിന തടവാണ്, രണ്ടാമത്തേന് 1 കൊല്ലം കഠിന തടവാണ്, മൂന്നാമത്തേന് എന്നെ നോക്കി എന്ന് പറഞ്ഞാൽ കുട്ടികൾ പറഞ്ഞ് കേസെടുത്താൽ, എന്നെ ദുരുദ്ദേശത്തോടുകൂടി അധ്യാപകൻ നോക്കി എന്ന് പറഞ്ഞ് കേസെടുത്താൽ 6 മാസത്തെ തടവുണ്ട്. അതുകൊണ്ട് ഈ തടവിനൊന്നും ആരും നിൽക്കണ്ട എന്ന് നമുക്ക് അദ്ദേഹം ക്ലാസ് എടുത്തരാം. അതുകൊണ്ട് കുട്ടികളെ ഇപ്പോൾ നമ്മൾ അടിച്ചു പിടിച്ചിട്ട് മുന്നോട്ട് നിൽക്കട എന്നൊന്നും പറയൂല. അങ്ങനെ പറയാൻ തന്നെ നമുക്ക് പേടിയാ. ഇഞ്ഞാരടാ പറയാന്ന് ഇങ്ങോട്ട് ചോദിക്കുന്ന ഒരു രൂപത്തിലാണ് എല്ലാ കുട്ടികളുടെയും. കാരണം കുട്ടികൾക്ക് ധൈര്യമാണ്. നിങ്ങൾ നോക്ക്, മെഞ്ഞാന്ന് ഞാനിവിടെ പറഞ്ഞില്ലേ, താമരശ്ശേരിയിൽ നിന്ന് സഹപാഠികൾ തലക്കടിച്ച് തലച്ചോറ് ചിതറിപ്പോയിട്ട് മരിച്ചുപോയ ആ മരിച്ചതിന് ശേഷമോ അല്ലെങ്കിൽ അവന് ആശുപത്രിയിലായ സമയത്തോ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാട്സപ്പിലൂടെ പറയാ അവന്റെ കണ്ണങ്ങ് താഴായിപ്പോയി, ഞാനാണോ എനിക്ക് അങ്ങനെ കൊടുത്തത് ഇങ്ങനെ കൊടുത്തത്. അപ്പൊ വേറെ കേസ് ഉണ്ടാവുമോ എന്ന് ചോദിക്കാം. അന്നേരം മറ്റവൻ പറയാ കേസൊന്നും ഉണ്ടാവില്ല, കൂട്ടമായി തല്ലിയാൽ കേസൊന്നും ഉണ്ടാവില്ല, അതെല്ലാം അങ്ങ് തള്ളിപ്പോവും, കേസെല്ലാം അങ്ങ് തള്ളിപ്പോവും. പിന്നെ നമുക്ക് പ്രായപൂർത്തി എത്തിയിട്ടില്ലല്ലോ, അതുകൊണ്ട് ഇങ്ങനെ കേസൊന്നും ഉണ്ടാവില്ല എന്ന് വേറെടുത്ത്. ഇങ്ങനെ തുടങ്ങിയിട്ട് കുട്ടികൾ ഇതിനെല്ലാം ലളിതവൽക്കരിക്കുകയാണ്. മാത്രമല്ല, എത്ര അധ്യാപകരാണ്, എത്ര മുഅല്ലിമീങ്ങളാണ് അനധികൃതമായി അനാവശ്യമായി കുട്ടികൾ കളവ് പറഞ്ഞിട്ട്, കുട്ടികൾക്ക് എന്തോ ഒരു പഠിപ്പിൽ പോരായ്മ ഉണ്ടാവുമ്പോൾ സ്ട്രോങ്ങിൽ പറഞ്ഞാലോ അടിച്ചാലോ അവർ ദേഷ്യം തീർക്കുക 1098 വിളിച്ചിട്ടാണ്. ചൈൽഡ്, ഞാനിപ്പോൾ ഒരു സംഭവം പറയും. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് എൻ്റെ ഒരു സ്നേഹിതൻ എന്നോട് പറഞ്ഞതാണ്, അയാളെ ജ്യേഷ്ഠൻ, ആ പറഞ്ഞാളെ ജ്യേഷ്ഠൻ പോലീസ് കേസെടുത്ത് ജയിലായി. എന്താ സംഭവം? അയാളെ പൊരേന്റെ അപ്പുറത്ത് വേറെ ഒരാളെ പറമ്പുണ്ട്, നേരെ അടുക്കളേന്റെ ഭാഗത്ത്. ആടുന്ന കുട്ടികൾ പന്ത് കളി തുടങ്ങി. അവിടെ ഇങ്ങനെ നിരപ്പാക്കിയതാ, പൊരയെടുക്കാനോ മറ്റെന്തിനോ നിരപ്പാക്കിയതാ. ആടുന്ന കുട്ടികൾ പന്ത് കളി തുടങ്ങി. പന്ത് കളി തുടങ്ങിയപ്പോ ഇതിങ്ങനെ ഇങ്ങോട്ടാ വരിക, ബോള് അടുക്കള ഭാഗത്തേക്ക്. എല്ലാവർക്കും അത് ഇടങ്ങാറാന്ന് അത് പ്രത്യേകം പറയേണ്ടില്ലല്ലോ. അങ്ങനെ ഈ കുട്ടികളോട് 1-2 പ്രാവശ്യം ഇയാൾ പറഞ്ഞു, നിങ്ങൾ ഇവിടുന്ന് കളിക്കരുത്, ഞമ്മക്ക് ഭയങ്കര ഇടങ്ങാറുണ്ട്, ഇവിടെ നിങ്ങൾ കളിക്കരുത് എന്ന് പറഞ്ഞു. അപ്പോ കുട്ടികൾ അത് ചെവിക്കൊണ്ടില്ല. എല്ലാം അയൽവാസികളും ചുറ്റുവട്ടത്തുള്ള സ്വന്തം കുടുംബക്കാരെ മക്കളടക്കമുണ്ട്. നിങ്ങൾ ഇവിടുന്ന് ഇങ്ങനെ കളിച്ചാൽ നമുക്ക് ഇടങ്ങാറാണ് മക്കളെ എന്ന് നല്ല നിലയ്ക്ക് 2-3 വട്ടം ഇയാൾ പറഞ്ഞു. ഒരു ദിവസം ഭയങ്കര ശല്യം കൂടിയപ്പോ ഇയാൾ ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ട് എല്ലാത്തിനും വായിച്ചു പോണം. ഇവിടുന്ന് ഏത് അടിച്ചിട്ടൊന്നുമില്ല, കൈകൊണ്ട് തൊട്ടിട്ടുമില്ല, ഒന്നും ആക്കിയിട്ടില്ല, എല്ലാത്തിനും ആടുന്ന് വായിച്ചു. ഇവിടുന്ന് കളിക്കാൻ പറ്റൂല എന്നല്ല പറഞ്ഞു. കുട്ടികളുണ്ടോ വായിന്ന്? കുട്ടികൾ അപ്പുറം ഇപ്പുറം എന്നിട്ട് ചോദിക്കുക, ഇഞ്ഞാരാ നമ്മളെ വായിക്ക, ഇതിന്റെ സ്ഥല, ഇത് ഇന്നയാളെ സ്ഥല, വേറൊരാളെ സ്ഥല, ഇത് അയാളെ സ്ഥലത്ത് അയാളോട് നമ്മൾ സമ്മതമായിട്ടുണ്ട്, ഇനി ആരാ പറയാ? ഇയാൾ പറയും സ്വന്തം കുടുംബക്കാരായ കുട്ടികളും ഉണ്ട്, മക്കളുണ്ട് എന്നാ പറയുന്നത്. ഇയാൾ വിചാരിച്ച അതോടുകൂടി കഴിഞ്ഞെന്ന് വിചാരിച്ചു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനല്ലായി. എന്താ ഈ സംഭവം? ഇയാൾ വിചാരിച്ച് കഴിഞ്ഞു. കുട്ടികൾ യോഗം ചേർന്നു. ഇതുള്ള സംഭവം നമ്മളെ തൊട്ടടുത്ത ഒരു പ്രദേശത്ത് നടന്ന സംഭവമാണ്. ആ ജയിലിലായ മനുഷ്യന്റെ സ്വന്തം അനുജനാണ് എന്നോട് ഈ സംഭവം പറയുന്നത്. അങ്ങനെ കുട്ടികൾ യോഗം ചേർന്ന് തീരുമാനിച്ച് ഇയാളെ നമുക്ക് ജയിലിൽ പിടിപ്പിക്കണം. എന്താ അത് ഇഞ്ഞി പറഞ്ഞാൽ മതി, എന്ത് പീഡിപ്പിച്ചെന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ ഒരുത്തൻ തയ്യാറായി. അങ്ങനെ അവര് നമ്പർ എടുത്തിട്ട് വിളിച്ച്
ചൈൽഡ് ലൈനിൽ വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന ആൾ ഇന്ന പേർക്കത്തെ അഡ്രസ്സും എല്ലാം അങ്ങ് പറഞ്ഞു കൊടുത്തു. ഇന്ന ആള് നമ്മളെ പീഡിപ്പിച്ച് കളിക്കളത്തിൽ വെച്ചാണ് പീഡിപ്പിച്ചത്. അപ്പോ പിറ്റേ ദിവസം ഉണ്ട് പാനൂർ പോലീസ് സ്ഥലം പറഞ്ഞു അല്ലേ, പാനൂർ പോലീസ് സ്റ്റേഷനിൽ വിളിക്കുന്നു ഇയാളാ, നിങ്ങൾ ഉടനെ ഇവിടെ സ്റ്റേഷനിൽ ഹാജരാണ്. ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്താ അല്ല ഇവിടെ വന്നിട്ട് പറയാ അരമണിക്കൂറിൻ്റെ ഉള്ളിൽ ഇവിടെ ഹാജരാണ്, നാട്ടിലുണ്ട് എന്നാ അരമണിക്കൂർ കൊണ്ട് ഇവിടെ ഹാജരാണ്. 2 നാളെയും കൂട്ടി അയാള് സ്റ്റേഷനിലെത്തിയപ്പോ പിന്നെ നടപടിക്രമത്തിലേക്ക് അടക്കേണ്ട പരിപാടിയാണ്. അപ്പം എന്താ ഒന്നുമില്ല, SP ഓഫീസിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്, നിങ്ങളെ ഉടനെ അറസ്റ്റ് ചെയ്യാൻ. കണ്ണൂർ SP ഓഫീസിൽ നിന്നാണ് വിളിച്ചത്. അപ്പൊ ഈ ചൈൽഡ് ലൈൻ എന്ന് പറഞ്ഞാൽ അവര് വേഗം ലോക്കൽ സ്റ്റേഷനിലെല്ലാ വിവരം കൊടുക്കുന്നത്. പിന്നെയോ കണ്ണൂർ SPക്ക്. അപ്പൊ SP പറഞ്ഞിട്ടുണ്ട് 5 മണിന്റെ ഉള്ളിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ട് റിപ്പോർട്ട് തരണം, അല്ലെങ്കിൽ DGP വിളിക്കും. പിന്നെ ഇതാണ് ഈ കേസിന്റെ ഗൗരവം. സുബ്ഹാനല്ലാഹ്. ഇയാൾ പറഞ്ഞു ഞാനെന്താ ഇത്, നിങ്ങൾ കുട്ടികളെ പീഡിപ്പിച്ചു തന്നെ. ഇയാൾ പറഞ്ഞു കുട്ടികളെ ഞാനൊന്നും ആക്കിയിട്ടില്ലല്ലോ, ഇന്ന വീട്ടിൽ ഇന്ന ആളെ നിങ്ങളെ പേരിൽ ചൈൽഡ് ലൈനിൽ കിട്ടിയ കംപ്ലൈന്റ് ആണ്. SPക്ക് ആ കംപ്ലൈന്റ് അവർ കൈമാറി. SP നമ്മൾ വിളിക്കുന്നത് ഒരു രക്ഷയില്ല, നമുക്ക് നിങ്ങളെ പിടിച്ചിട്ട് അവിടെ കൊണ്ട് ഹാജരാക്കിയിട്ട് റിപ്പോർട്ട് കൊടുക്കണം, ഒരു രക്ഷയില്ല. സുബ്ഹാന ജല്ല ജലാലു. ഉടനെ കൂടെയുള്ള ആളുകൾ എല്ലാം പല രാഷ്ട്രീയക്കാരും സ്വാധീനക്കാരും എല്ലാം വന്ന് നോക്കി, ഒരു രക്ഷയില്ല, ഇത് SP അങ്ങനെ ഓർഡർ ചെയ്തത്. അങ്ങനെ എന്ത് ചെയ്തു, ആരാണ് ഈ കേസ് തന്നത് അത് പറയാനും പാടില്ല എന്നാ പറയുന്നത്. കേസ് തന്ന കുട്ടികളെ വെളിപ്പെടുത്താൻ പാടില്ല എന്നാ പോലെ ഇതിന്റെ നിയമം. ഇതെങ്ങനെ തിരിയും? സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഈ കളിച്ച കുട്ടികൾ ആരാണ് എന്ന് പോയിട്ട് പഠിച്ച് മനസ്സിലാക്കി ആ എല്ലാം കുടുംബക്കാരും അയൽവാസികളും അപ്പുറം ഇപ്പുറമുള്ള ആൾക്കാർ തന്നെയാണ്, ഒരേ മഹലിലുള്ള ആൾക്കാർ തന്നെ. അങ്ങനെ എല്ലാ ആളുകളെയും ഒരുമിച്ചുകൂടി, രക്ഷിതാക്കളെല്ലാം ഒരുമിച്ചുകൂടി, എന്നിട്ട് എല്ലാവർക്കും അറിയാം എൻ്റെ മോനും മറ്റവൻ്റെ മോനും എല്ലാം ഇതിൻ്റെ പിന്നിലെന്ന്. കുട്ടികളെ ശരിക്ക് ചോദ്യം ചെയ്ത് ഇന്ന ആളെ അങ്ങനെ എല്ലാ ഉപ്പമാരും എന്ത് ചെയ്ത് സ്റ്റേഷനിലേക്ക് വന്ന് എന്നിട്ട് പറഞ്ഞു നമുക്ക് ആർക്കും പരാതിയില്ല, ഇയാളെ വിടണമെന്ന് പറഞ്ഞു. നമുക്ക് ആർക്കും പരാതിയില്ല, കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞ് നിങ്ങൾ ഉപ്പമാർ സപ്പോർട്ട് ചെയ്തിട്ടൊന്നും കാര്യമില്ല, കുട്ടികൾ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു, പിന്നെ അതിൽ യാതൊരു അപ്പീലും ഇല്ല എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഉന്നതങ്ങളിൽ ബന്ധപ്പെട്ട് രക്ഷിതാക്കൾ തന്നെ കേസ് കൊടുത്ത മക്കള് രക്ഷിതാക്കൾ തന്നെ അങ്ങേയറ്റം പരിശ്രമിച്ചിട്ട് ഇയാൾ രക്ഷപ്പെട്ടു ആ കേസിൽ നിന്ന്. എന്നിട്ടും ഇപ്പൊ എന്തോ ഒപ്പിടലും മറ്റൊക്കെ ഉണ്ട്. അല്ലാഹു അലം. നിങ്ങൾ നോക്കി നിങ്ങൾ ഇങ്ങനെ കുട്ടി, ഞാൻ ഈ നിയമത്തിനൊന്നും എതിരല്ല, ഈ നിയമമൊക്കെ വേണം, എന്നാലാണ് ഇവിടെ ആളുകൾക്ക് പേടിയുണ്ടാവും. പീഡിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് പേടി വേണമെങ്കിൽ നിയമമൊക്കെ വേണം. പക്ഷെ നിരപരാധികൾ കുടുങ്ങിപ്പോവുകയാണ്. എന്താണ്, കുട്ടികൾക്ക് ഈ ബോധമില്ല, എങ്ങനെ കേസ് കൊടുക്കണം, ആർക്ക് കേസ് കൊടുക്കണം. എന്നാലോ അവർക്ക് മയക്കുമരുന്നും മറ്റും എത്തിച്ചു കൊടുക്കുന്ന ആൾക്കാരെ പറ്റിയിട്ട് ഓല് കൊടുക്കുന്നുണ്ടോ? അതെങ്കിലും കൊടുക്കുന്നില്ല, പറഞ്ഞു കൊടുക്കുന്നില്ല. അതല്ലേ അവർ ആദ്യം പറഞ്ഞു കൊടുക്കേണ്ടത്. അത് ഒത്തിവെക്കുക നിരപരാധികൾ. അപ്പൊ കുട്ടികൾക്ക് നമ്മള് ഉത്ബോധനം കൊടുക്കുക എന്നല്ല, ഉത്ബോധനം കൊടുക്കാനും പേടിയാണ്. ഇയാൾ കൈവച്ചിട്ടില്ല, തൊട്ടിട്ടില്ല, പിന്നെയോ പറഞ്ഞിട്ടേ ഉള്ളൂ. അപ്പൊ ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതി. അപ്പൊ ഞാൻ പറഞ്ഞത് അങ്ങനെ നമ്മൾ പേടിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ പോകുന്നു. ഭക്ഷണം, ഹലാലായ ഭക്ഷണം, ആ ഹലാലായ ഭക്ഷണം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. മദീനത്തെ പള്ളിയിൽ അതാണല്ലോ ഞാൻ പറഞ്ഞു വന്നത്. മദീനത്തെ പള്ളിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജമാഅത്തിന് ഒരു സഹാബി വരുന്നു, വൈകി വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അയാളെ ചോദ്യം ചെയ്യുകയാണ്. സുബ്ഹാനല്ലാഹ്. ചോദ്യം ചെയ്തു എന്ന് പറഞ്ഞാൽ വിശദീകരണം ചോദിക്കുകയാണ്. എന്തുകൊണ്ട് ജമാഅത്തിന് വരുന്നില്ല? അയാൾ ആരും വരാതിരിക്കൂലല്ലോ. 2 റക്അത്ത് നിസ്കരിച്ചാൽ 1,00,000 പ്രതിഫലം ലഭിക്കുന്ന പള്ളി. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ലോകത്തിന്റെ നേതാവിനോട് പറയുകയാണ്, ഞാൻ എന്റെ വീട്ടിൽ നിന്ന് എപ്പോഴും ജമാഅത്തിന് നേരത്തെ എഴുന്നേറ്റ് വരാറുണ്ട്.
പക്ഷെ ഇവിടുന്ന് പള്ളിയിൽ നിന്ന് തിരിച്ചു പോകുമ്പോ ഒരേ പോയോക്കാല് വീട്ടിന്റെ അപ്പുറത്ത് ഒരാളുടെ ഈത്തപ്പഴമരം ഉണ്ട്. അതിന്റെ ചില്ലകൾ എന്റെ വീട്ടിലേക്ക് ചാഞ്ഞു കിടക്കുകയാണ്. ഈത്തപ്പഴം എന്റെ മുറ്റത്താണ് വീഴാറുള്ളത്. ഞാൻ ഇവിടുന്ന് നിസ്കരിച്ചു പോയിട്ട് അതെല്ലാം പെറുക്കിയെടുത്തിട്ട് അങ്ങോട്ട് കൊടുക്കലാണ് സാധാരണ ചെയ്യാറുള്ളത്. ഞാൻ ഒരു ദിവസം ഇവിടുന്ന് നിസ്കാരെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി നോക്കിയപ്പോ പൊരയിലെ കുഞ്ഞനെ എണീറ്റിട്ട് എന്താകുന്നുണ്ട്, മുറ്റത്തുള്ള ഈത്തപ്പഴം എടുത്തിട്ട് ചവക്കൽ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ എന്റെ മകന്റെ തൊള്ളയിലേക്ക് കൈയിട്ടിട്ട് ആ ചവക്കുന്ന ഈത്തപ്പഴം പിടിച്ച് പുറത്തേക്ക് ഇട്ടു. ഹറാമായത് പള്ളിയിലേക്ക് പോകാൻ മറ്റൊരാളുടേതാണ്, വേറെ ഒരാളുടെ അയാൾ അനുവാദമില്ലാതെ എന്റെ മോന് ഈത്തപ്പഴം എടുത്ത് ചവച്ചാൽ ഹറാമ് ഭക്ഷിച്ചു പോയില്ലേ? അതുകൊണ്ട് പിറ്റേ ദിവസം മുതൽ രാവിലെ ആദ്യം എഴുന്നേറ്റാൽ ഈത്തപ്പഴം മുറ്റത്ത് വീണ് കിടക്കുന്ന അപ്പുറത്തെ ഇടവൽക്കാരന്റെ ഈത്തപ്പഴം മുഴുവനും പെറുക്കിയെടുത്ത് അവന് കൊടുത്തിട്ട് ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴേക്ക് സുബഹി ഖളായി പോകും, ജമാഅത്തിന് വൈകിപ്പോകും. അതുകൊണ്ടാണ് പള്ളിയിലെത്താൻ കഴിയാഞ്ഞത്. നമ്മളെന്താ വിചാരിക്കാം, ഈത്തപ്പഴം ഇങ്ങോട്ട് വേണം, അത് വേണമെങ്കിൽ പെറുക്കിയെടുത്തോട്ടെ എന്നല്ലേ നമ്മളൊക്കെ വിചാരിക്കാം. അവർ ഹറാം പള്ളിയിൽ പോകുന്നതിന് അത്രയും ഭയപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, എത്ര ആളുകളാണ് സുബ്ഹാനല്ലാഹ്, എത്ര ആളുകളാണ് അല്ലാഹുവിനോട് കൈ ഉയർത്തി ദ്വാരക്കുന്നു, പടച്ച റബ്ബേ എന്ന് വിളിച്ച് ദ്വാരക്കുന്നു. പക്ഷേ അന്നാ യുസ്തജാബ്, എങ്ങനെയാടോ ഉത്തരം നൽകപ്പെടുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാൻ, എങ്ങനെയാടോ ഉത്തരം നൽകപ്പെടുക? മത്അമുഹു ഹറാം വമൽബസുഹു ഹറാം. അവരുടെ ഭക്ഷണം ഹറാമാണ്, അവരുടെ വസ്ത്രം ഹറാമാണ്. എങ്ങനെയാണ് ദുആക്ക് ഇജാബത്ത് ഉണ്ടാവുക? ഗൾഫിൽ പോയിട്ട് വേറെ ആളെ പറ്റിച്ച്, അറബീനെ പറ്റിച്ച്, ഇപ്പൊ അറബികളൊന്നും പറ്റിക്കാൻ ആയിരിക്കുന്നില്ല. ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റിച്ചിട്ടോ വെട്ടിപ്പിടിച്ച് പറ്റിച്ച് ഒക്കെ ഉണ്ടാക്കിയ കുറെ മുതല്, ആ മുതല് കൊണ്ട് കൊട്ടാരം പണിത് പള്ള നിറച്ച് ഭക്ഷണവും മക്കൾക്ക് കൊടുത്ത് എന്നിട്ട് ഭയങ്കര പൈസക്കാരനാന്നിങ്ങനെ പറഞ്ഞു നടന്നുകൊണ്ടോ കാര്യമുണ്ടോ? അതിലും നല്ലത് ഒന്നുമില്ലാതെ നമ്മൾ സാധാ നിൽക്കങ്ങ് പോലാണ് അല്ലേ? ഒരു രണ്ട് ചെറുപ്പക്കാരെ പറ്റിയിട്ട് ഒരുത്തൻ എന്നോട് പറഞ്ഞു, രണ്ടാളും ഒപ്പരം പോയത് ദുബൈയിൽ. ഒരുത്തൻ നോക്ക് നല്ല ഉഷാറായിപ്പോയി, ഒരുത്തൻ ഇപ്പോ അങ്ങനെ തന്നെ ഉണ്ട്. ഞാൻ പറഞ്ഞു ചിലപ്പോ ഈ അങ്ങനെ തന്നെ ഉള്ളവനായിരിക്കും ഏറ്റവും ഉഷാറ് അള്ളാന്റെ അടുക്കൽ. കാരണം എന്താ, ഓനാരെയും പറ്റിക്കൊന്നും ചെയ്യാണ്ട് ഒപ്പിച്ച് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടു പോകുന്നതായിരിക്കും. മറ്റോൻ പറ്റിച്ചെന്നെല്ലാം പറയുന്നത്, എല്ലാവരും അങ്ങനെ പറ്റിച്ചിട്ടാ പൈസ ഉണ്ടാക്കിയെന്ന് നിങ്ങൾ വിചാരിക്കണ്ടേ. ഇതിപ്പം ദുർവ്യാഖ്യാനം ചെയ്യണ്ട. ഇപ്പൊ പൈസക്കാരെല്ലാം നോക്കിയിട്ടതാ അറബീനെ പറ്റിച്ച് നടക്കുന്നവന് മറ്റവനെ പറ്റിച്ച്, അങ്ങനെയല്ല. പറ്റിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരെ പറ്റി ഞാൻ പറഞ്ഞത്. ഒരാളെയും വഞ്ചിച്ചിട്ട് നമ്മൾ അനധികൃതമായി ഒന്നും സമ്പാദിക്കേണ്ടതില്ല. നമ്മളെ മക്കൾക്ക് നമ്മൾ ആ ഉപദേശം കൊടുക്കണം. അനർഹമായി ഒരാളുടേതും നമ്മുടെ പള്ളിയിലേക്ക് ഉണ്ടാകാൻ പാടില്ല. ഹറാമിൽ നിന്നുണ്ടാകുന്നതും ഹറാമാണ്. മക്കള് നന്നാകണം ഉസ്താദേ, മക്കള് നന്നാകണം ഉസ്താദേ എന്ന് പറഞ്ഞിട്ട് ദ്വാരിപ്പിക്കുന്നില്ലേ? എത്ര ദ്വാരന്നിട്ടും കാര്യമില്ല. അന്നാ യുസ്തജാബ്, എങ്ങനെയാടോ ആ ദുആക്ക് ഉത്തരം കിട്ടുക? മൽബസുഹു ഹറാം വമത്അമുഹു ഹറാം. ആ മക്കളെ ധരിപ്പിച്ച വസ്ത്രം ഹറാമാണ്. ആ മക്കളെ ധരിപ്പിച്ച, ആ മക്കളെ കഴിപ്പിച്ച ഭക്ഷണവും ഹറാമായിരിക്കെ എങ്ങനെ ദുആക്ക് ഇജാബത്ത് കിട്ടും? നമ്മൾ അറ്റ്ലീസ്റ്റ് ഏറ്റവും ചുരുങ്ങിയത് പലിശയുമായി ബന്ധപ്പെടുന്നത് തന്നെ നമ്മൾ ഒഴിവാക്കുക. ഇപ്പൊ പലരും നമുക്ക് മോഹന വാഗ്ദാനങ്ങൾ ചെയ്യും. ഇപ്പൊ എന്നെ ഇപ്പം ബാങ്കിൽ നിന്ന് എത്ര പ്രാവശ്യം വിളിക്കലെന്ന് അറിയോ? ബാങ്കിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. നിങ്ങൾക്ക് ഒരു വാഹനം എടുക്കാനുള്ള ഇത് പാസ്സായിട്ടുണ്ട്, ലോണ് പാസ്സായിട്ടുണ്ട്. എന്നെ ഇപ്പം ബാങ്കിൽ നിന്ന് വിളിച്ചാ, നാദാപുരം ബാങ്കിൽ നിന്ന് വാഹനം എടുക്കാൻ. ഞാൻ ചോദിച്ചു എന്ത് വാഹനം? ആഡംബര ബൈക്ക് എടുക്കാനുള്ള ലോണ് പാസ്സായിട്ടുണ്ട്. എത്രയാന്ന് ചോദിച്ചു. 5 ലക്ഷം റുപ്യ ഞങ്ങൾക്ക് പാസ്സായിട്ടുണ്ട്. എന്താ വേണ്ടേ? ഒന്നും വേണ്ട, ഒരു ഓക്കെ എന്നുള്ള ഒരു മെസ്സേജ് വിട്ടുകൊടുത്താൽ
കൊടുത്താൽ 5 ലക്ഷം എൻ്റെ അക്കൗണ്ടിൽ ഓലിട്ട് തരും. ബാങ്കിൽ നിന്ന് തന്നെ വിളിച്ചതാ. എന്നിട്ട് ഒന്നുമില്ല, പിന്നെ അടിച്ചു കൊടുക്കുക, മാസാമാസം അടിച്ചു കൊടുക്കുക. പിന്നെ ലാസ്റ്റ് 5 ലക്ഷത്തിനുള്ള ബൈക്കിന് 10 ലക്ഷം അടിച്ചു കൊടുക്കേണ്ടി വരും. ഇതാണ് അവര് ഇങ്ങോട്ട് നിർബന്ധിക്കുകയാണ്. ലോൺ എടുക്കാൻ ബാങ്കുകാരെ നമ്മളെ പിന്നാലെ അടക്കുകയാണ്. ബാങ്കുകാർക്ക് നല്ലതാണത്, അവർക്ക് വലിയ വരുമാനം ഉണ്ടാക്കാം. പക്ഷേ നമ്മള് അതിന് കൂട്ടുനിന്നാൽ അപ്പോ വലിയ വാഹനത്തിൽ പോകാൻ നമുക്കൊന്നും ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല, പുതിയ വണ്ടിയിലൊക്കെ പോകാൻ ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല. നല്ല വണ്ടി, പുതിയ വണ്ടി, വലിയ വണ്ടിയൊക്കെ എടുക്കാൻ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. പക്ഷെ അതിന് എന്ത് വേണം? അതിന് പലിശയുമായി ബന്ധപ്പെടേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ സെക്കൻഡ് ഹാൻഡ് വണ്ടി, പഴയ വണ്ടിയൊക്കെ എടുത്ത് നമ്മൾ ഉള്ളത് കൊണ്ട് ഒപ്പിച്ചു പോകുന്നത് എന്തിനാണ്? പലിശയുമായി ബന്ധപ്പെടുന്നത് ഒഴിവാക്കാനാണ്. അത് വലിയ വിഷയമാണ്. സുബ്ഹാനല്ലാഹ്. ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം മുമ്പ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ. റമദാൻ 27ന്റെ രാവ് സുബ്ഹാന ജല്ല ജലാലുഹു ലോകമെമ്പാടുമുള്ള മുഅ്മിനീങ്ങൾ പ്രതീക്ഷയോടെ 27ാം രാവ് ലൈലത്തുൽ ഖദറാണെന്ന പ്രതീക്ഷയിൽ ദുആ ചെയ്യുന്ന രാത്രിയാണല്ലോ. അതെ, അന്ന് ആ 27ാം രാവിനൊരു പതിവ് നമുക്കുമുണ്ടല്ലോ. നമ്മളെ മരിച്ചുപോയ ആളുകളെ നമ്മൾ ഖബറാളികളെ സന്ദർശിക്കുമല്ലോ. ഇവിടെ നിന്നും നമ്മൾ രാത്രിയിൽ അതേ ഹയാത്താക്കിയിട്ട് അവസാനം നാദാപുരത്തും അതുപോലെ പാറക്കടവിലും കടവത്തൂരും കഴിയാവുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മുടെ കുടുംബങ്ങൾ പലരും സിയാറത്ത് ചെയ്യാറുണ്ട്. 26ന്റെ വൈകുന്നേരം പോയിട്ട് സിയാറത്ത് ചെയ്യുന്നവരുമുണ്ട്. 27ാം രാവിലെ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു അതേ ഖബർസ്ഥാനിലേക്ക് കയറി ചെല്ലുകയാണ്. സുബ്ഹാനല്ലാഹ്. ഒരു ഖബറിന്റെ അടുത്തൂടെ നടന്നു പോകുമ്പോ ആ ഖബറിന്റെ ഉള്ളിൽ നിന്ന് കേൾക്കുകയാണ് അദാബ് അനുഭവിക്കുന്ന ശബ്ദം ഇങ്ങനെ കേൾക്കുകയാണ്. ഖബറിൽ ശിക്ഷിക്കപ്പെടുന്ന ശബ്ദം. ഇത് കേട്ടപ്പോൾ മഹാനവർക്ക് വലിയ സങ്കടമായി. മഹാനവർ തന്റെ കുടുംബക്കാരെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോയതാണ്. ആ ഖബർസ്ഥാനിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ആളുകളോട് ചോദിച്ചു, ഇതാ അങ്ങ കാണുന്ന ആ ഖബർ ആരുടേതാണ് നിങ്ങൾക്കറിയോ? ജനങ്ങൾ പറഞ്ഞു, അറിയാം, നമ്മളെ പള്ളിന്റെ ആളല്ലേ, ഇവിടുത്തെ കാര്യമായ ആളായാള്, എല്ലാത്തിനും ഉണ്ടാവും, നിസ്കാരത്തിന് നോമ്പിന് എല്ലാം റെഡിയാണ്, എല്ലാ കാര്യത്തിനും അയാളുടെ നല്ല മനുഷ്യനാണ്, എല്ലാ അയാളെ പറ്റി ഒരു അഭിപ്രായം ആർക്കും പറയാൻ അത്രയും നല്ല മനുഷ്യനാണ് എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, പിന്നെ ഇതെന്താ? 27ാം രാവാണ്, ലോകത്തുള്ള എല്ലാ ഖബറാളികൾക്കും എളുപ്പം കിട്ടുന്ന രാത്രിയാണ്. സുബ്ഹാനല്ലാഹ്. ഇയാള് ഖബറിൽ കിടന്നിട്ട് വിഷമിക്കുകയാണ്, ഇതെന്ത് പറ്റിപ്പോയി? അപ്പോഴാണ് ഒരാൾ പറയുന്നത്, അയാൾ എല്ലാ കാര്യത്തിലും ഓക്കെയാണ്, ഹജ്ജ് ചെയ്തു, നിസ്കരിച്ചു, നോമ്പെടുത്ത്, സകാത്ത് കൊടുത്ത് എല്ലാം കൃത്യമാക്കി വെച്ചു. പക്ഷേ അയാൾക്കൊരു ദുസ്വഭാവമുണ്ട്, പലിശയുമായി ബന്ധപ്പെടുന്ന ആളായിരുന്നു. അപ്പൊ ചെറിയ ഒരു വിഷമം വരുമ്പോഴേക്ക് ഉള്ള പൊന്നും എടുത്തിട്ട് ബാങ്കിൽ ഓടിയിട്ട് പണയം വെച്ച് പൈസ എടുത്ത് അങ്ങോട്ടാക്കി ഇങ്ങോട്ടാക്കി തിരിച്ചു വെച്ച് മറിച്ച് വെച്ച് പിന്നെയും വെച്ച് പലിശക്ക് മേലെ പലിശയായി. സുബ്ഹാനല്ലാഹ്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക. നമ്മുടെ പൈസ ഇല്ലാഞ്ഞാൽ ഒരു കാര്യം നടന്നില്ലാന്നേ ഉള്ളൂ, ഒരു കാര്യം നടന്നില്ലാന്നേ ഉള്ളൂ. എന്നാൽ പലിശക്ക് വായ്പ എടുത്തിട്ട് നടത്തിയാലോ ഹറാമായ രീതിയിൽ ഭക്ഷിക്കുകയും ഉപയോഗിക്കുകയും ചെയ്തില്ലേ? പലിശയുമായി ബന്ധപ്പെട്ടതുകൊണ്ട് എല്ലാവർക്കും എളുപ്പം കിട്ടുന്ന, എല്ലാ ഖബറാളികൾക്കും എളുപ്പം കിട്ടുന്ന 27ാം രാവിൽ പോലും ഖബറിൽ ശിക്ഷിക്കപ്പെടുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥയോർമ്മിച്ച് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ജനങ്ങളെ ഉത്ബോധിപ്പിക്കുകയാണ്. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. വളരെ സാമ്പത്തികമായി വിഷമിക്കുന്ന ആളുകൾ, ഒരു പക്ഷേ
പക്ഷേ അങ്ങനെ പഴയ കാലത്തോ അല്ലെങ്കിൽ ഈ അടുത്ത കാലത്തോ ഒക്കെ ചെയ്തു പോയിട്ടുണ്ടാകും. അപ്പോൾ അത് അറിയുന്ന ആളുകൾ അവരെ കുറ്റപ്പെടുത്തിയിട്ട് നിസ്സാരപ്പെടുത്തണ്ട, ഇനി അങ്ങനെ ചെയ്യാതിരിക്കുക. അൽ ഖനാഅതു, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക. ഒരു പക്ഷേ നമുക്ക് വാഹനം ഇല്ലാതെയായി പോകും, അല്ലെങ്കിൽ നമ്മളെ വീടിന് ആഡംബരം കുറഞ്ഞു പോകും, അല്ലെങ്കിൽ നമ്മളെ ജീവിത നിലവാരം താഴ്ന്നതായി പോകും. എന്നാൽ ഈ താഴ്ന്ന ദുനിയാവിലെ ആഡംബരങ്ങൾക്കോ ആസ്വാദനങ്ങൾക്കോ വേണ്ടി ശാശ്വതമായ സ്വർഗം പലിശ കൊണ്ട് നഷ്ടപ്പെടുത്തണ്ട. അല്ലാഹു കച്ചവടത്തെ ഹലാലാക്കി, പലിശയെ അല്ലാഹു ഹറാമാക്കി. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഖുർആനിലുണ്ട്. ഖുർആന്റെ ആയത്തായത് അഹല്ലല്ലാഹുൽ ബൈഅ വഹറമർ റിബാ. ഹറമ എന്ന് ഖുർആൻ വ്യക്തമാക്കി പറഞ്ഞ ഹറാമാവുമ്പോൾ അതിന് ശക്തി കൂടുതലാണ്. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. അതുകൊണ്ട് തന്നെ ഈ മഹാന്മാർ ഹലാലായ ഭക്ഷണം ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഒരാളെ അങ്ങാടിയിലേക്ക് പറഞ്ഞേക്കുകയാണ്. فابعثوا أحدكم بورقكم هذه إلى المدينة فلينظر أيها أزكى طعاما. ഹലാലായ ഭക്ഷണം ഉണ്ടെങ്കിൽ വാങ്ങിക്കൊണ്ടുവരൂ. ഫല്യഅതികും ബിറിസ്ഖിൻ മിൻ, എന്നിട്ട് അയാള് ആ ഹലാലായ ഭക്ഷണത്തിൽ നിന്ന് അല്പം വാങ്ങിയിട്ട് വരട്ടെ. കുറേ ഒന്നും വേണ്ട, കുറേ ഒന്നും വേണ്ട, കുറേ ഭക്ഷണം ഒന്നും വാങ്ങി വരണ്ട. ഫല്യഅതികും ബിറിസ്ഖിൻ മിൻഹു, ഹലാലായ ഭക്ഷണം കുറച്ച് വാങ്ങിയിട്ട് കൊണ്ടുവന്നാ മതി എന്ന് പറഞ്ഞു. വല്യതുലത്തഫ് വലാ യുശ്ഇറന്ന ബികും അഹദാ, വേറെ ആരുമായും കൂടിയാലിക്കുകയോ കൂടിക്കലരുകയോ ചെയ്ത് നിങ്ങളെ മറ്റൊരാൾ തിരിച്ചറിയുന്ന സാഹചര്യം ഉണ്ടാകരുത്. വേറെ ആരോടും നിങ്ങൾ പറയരുത് നമ്മൾ ഗുഹയിൽ നിന്ന് വരുന്നതാണെന്നോ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ വേറെ ആൾ ഇവിടെ ഉണ്ടെന്നോ ഒന്നും ഒരു വിവരവും നിങ്ങൾ ഒരാൾക്കും വെളിപ്പെടുത്താതെ രഹസ്യമായി പോയി അന്വേഷിച്ച് ഭക്ഷണം വാങ്ങി വരണം. ഇന്നഹും യൽഹറു അലൈക്കും യർജുമുക്കും ഔ യുഈദുക്കും ഫീ മില്ലതിഹിം വലൻ തുഫ്ലിഹു ഇദൻ അബദാ. നിങ്ങളെ എങ്ങാനും അവർക്ക് മനസ്സിലായാൽ ദഖ്യാനൂസ് രാജാവിന്റെ ആളുകളും നിങ്ങളെ അവർക്ക് വെളിവായാൽ അവര് നിങ്ങളെ എറിയും, അവര് നിങ്ങളെ നമ്മളെ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് അവർ മാറ്റിക്കളയും. വലൻ തുഫ്ലിഹു ഇദൻ അബദാ, പിന്നെ ഒരിക്കലും നമുക്ക് ശാശ്വതമായ വിജയം കിട്ടൂല. അവർ നമ്മളെ ഈമാനെന്ന് തെറ്റിച്ചു കളയും. അതുകൊണ്ട് വളരെ രഹസ്യമായിട്ട് പോകണം. അവരെ കൂട്ടത്തിൽ കൂടിയിട്ട് വഞ്ചിക്കപ്പെട്ടു പോകരുത്, രാജാവിന് പിടികൊടുക്കരുത്. എറിജുമൂക്കും, അവര് നിങ്ങളെ എറിയും എന്നാണ് പറഞ്ഞത്. അഥവാ നിങ്ങളെ അതാ അപായപ്പെടുത്താൻ ശ്രമിക്കും. ഔ യുഈദുക്കും ഫീ മില്ലതിഹിം, അല്ലേ നമ്മളെ ഈ ദീനിന്ന് അവര് നമ്മളെ മാറ്റിക്കളയും. സുബ്ഹാനല്ലാഹ്, ആ മനുഷ്യൻ അതേ തംലീഹ എന്ന പേരുള്ള ആ കൂട്ടത്തിലെ പ്രായം കുറഞ്ഞ ഒരാളെയാണ് അങ്ങാടിയിലേക്ക് പറഞ്ഞേക്കുന്നത്, ഭക്ഷണം വാങ്ങാൻ വേണ്ടി പറഞ്ഞേക്കുന്നത്. അയാള് ഗുഹയുടെ പുറത്തേക്ക് ഇറങ്ങി. സുബ്ഹാനല്ലാഹ്, ഗുഹയുടെ പുറത്ത് ഇറങ്ങിയിട്ട് അങ്ങാടിയിലേക്ക് നടന്നു പോകുമ്പോ പഴയ വഴിയൊന്നും കാണുന്നില്ല. എല്ലാം മാറ്റം വന്നുപോയി, എല്ലാ സ്ഥലത്തും മാറ്റം വന്നുപോയിരിക്കുകയാണ്. അതേ ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുകയാണ് ഫൽ മവാലിഉ ഗൈറുൽ മവാലി, സ്ഥലങ്ങളൊന്നും പഴയ സ്ഥലങ്ങളല്ല, സ്ഥലങ്ങളൊക്കെ മാറിപ്പോയി. അതേ വൽ മബാനി ഗൈറുൽ മബാനി, നേരത്തെ ഉണ്ടായിരുന്ന ബിൽഡിങ്ങുകളും വീടുകളൊന്നും കാണുന്നില്ല. 300 കൊല്ലം കഴിഞ്ഞില്ലേ? 300 കൊല്ലം. ഇനിയിപ്പോ നമ്മൾ ചിന്തിച്ചൊക്കെ ഇവിടെ ഇരിങ്ങണ്ടൂര് 300 കൊല്ലം മുമ്പുള്ള ഏതെങ്കിലും പുരകളോ മറ്റോ ഇപ്പൊ ഉണ്ടാവൂലല്ലോ, എല്ലാം മാറിപ്പോയില്ലേ? ഇവർ വിചാരിക്കുന്ന ഇന്നലെ ഉറങ്ങിയിട്ട് എണീറ്റ് വരുന്നതല്ലേ, ഒന്നും ഇയാൾക്ക് മനസ്സിലായില്ല. തംലീഹ അങ്ങാടിയിലേക്ക് പോകുമ്പോ എല്ലാ റോഡും എല്ലാം മാറിപ്പോയിട്ടുണ്ട്. 2 കൊല്ലം ഗൾഫിൽ എന്നിട്ട് തിരിച്ചു വന്നാൽ മതി, എങ്ങനെ ഉണ്ടാവും ഇവിടെ അവസ്ഥ? എങ്ങനെ ഉണ്ടാവും? കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും. വരുമ്പം തന്നെ എയർപോർട്ടിൽ നിന്ന് ഇങ്ങനെ വരുമ്പം തന്നെ പറയും വണ്ടിക്കുത്തുണ്ട്, ഓ കുറെ മാറിപ്പോയല്ലേ, നമ്മളെ നാട് കുറെ മാറിപ്പോയല്ലേ. ആകെ 2 കൊല്ലം നിന്നിട്ട് വരുന്നത്. എന്നിട്ടാണ് ഇപ്പൊ ഒരു 3 കൊല്ലം ഗൾഫിൽ നിന്ന് ആൾ ഇപ്പം
ഇപ്പം കേരളത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ കാസർഗോഡ് തിരുവനന്തപുരം പോയിക്കണ്ട എനിക്കൊന്നും തിരിയൂല, എങ്ങനെയാ പോകേണ്ടത് തിരിയൂല. കാരണം റോഡ് ഒട്ടാകെ ഇപ്പൊ 6 വരി പാതയായിട്ട് എല്ലാം മാറിപ്പോയിട്ടുണ്ട്. നിങ്ങളറിയോ 6 വരി പാത വന്നിട്ട് ഇപ്പൊ മഹല്ല് തന്നെ അപ്പുറം ഇപ്പുറം 2 മഹല്ലാക്കേണ്ടി വന്നു പല സ്ഥലങ്ങളിലും. കാരണം പള്ളി അപ്പുറമുള്ള ഇപ്പുറം കൂടി വേറെ പള്ളി എടുത്ത്, കാരണം അപ്പുറം ഇപ്പുറം പോകാനുള്ള ഒരു മാർഗ്ഗവും ഇല്ല. കുറേ 1 കിലോമീറ്റർ പോയിട്ട് വേണം അണ്ടർ പാസേജിലൂടെ അപ്പുറത്തെ മഹലിൽ പോകാൻ. അവ 2 നാടനായി പല സ്ഥലത്തും. അതൊക്കെ ആകും, അതൊക്കെ ഓരോ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. അപ്പോ നാടുകൾ മാറിപ്പോകും. വർഷങ്ങൾ കഴിയുമ്പോൾ വികസനം വരുമ്പോൾ ബിൽഡിങ്ങുകൾ മാറും, പള്ളിയൊക്കെ മാറും. ഇപ്പൊ തന്നെ നമ്മുടെ ഈ പ്രദേശത്തേക്ക് ഇപ്പൊ കുറെ മുമ്പ് വന്നിട്ട് ഇപ്പം വന്ന ആൾക്കാർ ഇപ്പോ സിനാന് മരിച്ചപ്പോ അള്ളാഹു സ്വർഗം കൊടുക്കട്ടെ, കുറെ ആളുകൾ ഇവിടെ വന്നു. ഈ നമ്മുടെ പ്രദേശത്ത് ഒരുപാട് ആയിരക്കണക്കിന് ആളുകൾ വന്നു. അവരവർ പണ്ട് വന്ന ആൾക്കാരിലുണ്ട്. ഈ പള്ളി ഉദ്ഘാടനത്തിന് വന്ന ആളുകളും അതുപോലെ മുമ്പ് വന്ന ആളുകൾ അവരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഈ മേഖല അപ്പാട് മാറിപ്പോയല്ലോ. അങ്ങനെ നിങ്ങൾ ഇറങ്ങുമ്പോൾ തന്നെ ഇത് ഏതോ ഒരു വികസിത രാജ്യം പോലെയുണ്ട്, അധികം തള്ളണ്ടെന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിവിടെ വന്നതിന് ശേഷം ഇതൊക്കെ വികസിച്ചതാണ്, അങ്ങനെ പറയാലോ മതി തൽക്കാലം. അങ്ങനെ ഇതെല്ലാം വലിയ വലിയ വീടുകൾ വന്നു. അപ്പം അങ്ങനെ നിങ്ങൾ വണ്ടി ഇറക്കുമ്പോൾ തന്നെ ഈ നാടൊട്ടാകെ മാറിപ്പോയില്ലേ. ആദ്യം ഇങ്ങോട്ട് വരാൻ തന്നെ പറ്റാത്തൊരു റോഡും മറ്റുമൊക്കെ ആയിരുന്നില്ലേ എന്ന് പറയും. അത് കാലഘട്ടം കഴിയുമ്പോൾ, ഇപ്പം ഞാൻ വന്നുകൊണ്ട് വേറെ ആൾ വന്നുകൊണ്ടിരുന്നില്ല, ആര് വന്നാലും കാലഘട്ടം കഴിയുമ്പോൾ ഒരു 10 കൊല്ലമായില്ലേ നമ്മൾ ഇപ്പം ഞാനിവിടെ വന്ന് ഈ പള്ളിയിൽ 10ാമത്തെ നോമ്പിനായി ഇപ്പം ഇവിടെ ഇമാമത്ത് 10ാമത്തെ നോമ്പിന് 10 കൊല്ലമായി. അല്ലാഹു തആല നമ്മളെ എല്ലാ പ്രവർത്തനങ്ങളും സ്വീകരിക്കട്ടെ ഇൻഷാ അല്ലാഹ്. ഇതിന്റെ 10ാം വാർഷികം നമുക്ക് വളരെ പ്രൗഢമായി നടത്തണം. പേരോട് ഉസ്താദിന്റെ അടുത്ത് പോയിട്ട് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഉസ്താദ് തന്നെ വരാം എന്നും പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഞാൻ നീട്ടി സംസാരിക്കുന്ന സമയം എത്തിപ്പോയി. ഇവരെ ചരിത്രം ഇനിയും ഒരുപാട് പറയാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഞാൻ ചുരുക്കി പറയുകയാണ്, അങ്ങാടിയിൽ ഈ തംലീഖ പോയി. അപ്പോൾ ഒരു കടയിൽ കയറിയിട്ട് കയ്യിലുള്ള നാണയം അങ്ങ് നീട്ടിക്കൊടുത്തു. നാണയം നീട്ടിക്കൊടുത്തിട്ട് ഭക്ഷണം വേണമെന്ന് പറഞ്ഞു. അപ്പൊ ആ കടക്കാരൻ ഇതും പിടിച്ചിട്ട്, ഇതേതാ വരാന്ത, ഇതെന്തെന്നാ ഇത്, ഏതോ നിധി കൊടുത്തിട്ട് വന്നിട്ടാ അല്ല, ഇതേടെ നിങ്ങൾക്ക് കിട്ടിയ ഇപ്പോ ഇത് പണ്ട് 300 കൊല്ലം മുമ്പ് ഇവിടെ ഭരിച്ച ദഖിയാനൂസ് രാജാവിന്റെ ഫോട്ടോ ഉണ്ടല്ലോ ഇതിന്റെ മുകളിൽ, അയാളെ മുദ്ര ഉണ്ടല്ലോ. ഇത് പഴയ ശേഖരം, മ്യൂസിയത്തിൽ ഉള്ള ശേഖരമുള്ള നാണയാണല്ലോ. ഇതേടെന്നാ കിട്ടിയേ? ഇയാൾക്കൊന്നും മനസ്സിലായില്ല. തംലീഖ ഇത് കൊണ്ടുപോയ ആൾക്ക് ഒന്നും മനസ്സിലായില്ല. ഇന്ന് ഇയാൾ പറയുന്നത്, ഇയാൾ അങ്ങോട്ട് വിചാരിക്കുന്നുണ്ടാവും ഇയാൾക്ക് എന്താണ് പറ്റിയത്. അപ്പൊ ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും ആശയക്കുഴപ്പത്തിലായി. അപ്പൊ ഈ പീഡിയക്കാരൻ അപ്പുറത്തെ പീഡിയക്കാരനെ ഇതൊക്കെ പണ്ടേത്തെ നാണയം കൊടുത്തിട്ട് ഒരാള് സാധനം വാങ്ങാൻ വന്നിക്ക്, അതേതോ ഭ്രാന്തനായിട്ടായിരിക്കും. അങ്ങനല്ല, അയാൾ കാഴ്ചയിൽ അങ്ങനെയൊന്നും തോന്നില്ല. സംഭവം എന്തോ ഒരു വിഷയമുണ്ട്. അപ്പോ 1-2 ആൾ കൂടി, 4 ആൾ കൂടി, 5 ആൾ കൂടി. അപ്പൊ ഈ വരുന്ന ആൾക്കാരെല്ലാം ദിക്റ് ചൊല്ലുന്നത് കേൾക്കുന്നു, ഈസാ നബീന്റെ പേര് പറയുന്നത് കേൾക്കുന്നു. അപ്പൊ ഈ തംലീഖാക്കും വലിയ അത്ഭുതമായിപ്പോയി. ഇതെന്താ, ഇവിടെ ദഖിയാനൂസ് രാജാവല്ലേ, ഈസാ നബീന്റെ പേര് ഇവിടുന്ന് തുറക്കാൻ പറ്റൂലല്ലോ. ഈസാ നബീന്റെ പേര് പറഞ്ഞിട്ട് കൊന്നുകളയുന്ന ഒരു ഘട്ടാണ്. ഈമാനുള്ളവരെ പലരെയും കൊന്നുകളഞ്ഞു. അങ്ങനെയാണല്ലോ ഈ ആളുകളും ഗുഹയിലേക്ക് അഭയം തേടിയത്. അപ്പൊ ഇതെന്താ, കുറെ ആള് ദിക്റ് ചൊല്ലുന്നു, അള്ളാഹുവിന്റെ പേര് പറയുന്നത്, മാഷാ അള്ളാഹ് എന്നെല്ലാം പറയല്ലോ. ഇത് കാണുമോ, ഈ നാണയം കാണും, അള്ളാഹുവിന്റെ പേര് പറയുന്നത്, ഈസാ നബീന്റെ പേര് പറയുന്നത്. ആളുകളൊക്കെ മാറിപ്പോയോ, സുബ്ഹാനല്ലാഹ്. ഇയാളും അങ്ങോട്ട് ചോദിച്ചു, ഇപ്പൊ ആരാ ഇവിടെ ഭരണം നടത്തുന്നത്? അപ്പൊ പറഞ്ഞു, ഇപ്പൊ ഇവിടെ ഭരണം നടത്തുന്ന ബൈദറൂസ് എന്ന് പറയുന്ന രാജാവാണ്. ബൈദറൂസ് പറഞ്ഞാൽ വലിയ വിശ്വാസിയാണ്, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന വലിയ മഹാനാണ്. അപ്പൊ ഇയാൾക്ക് അത്ഭുതം, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ആളോ? ദഖിയാനൂസ് എന്ന ക്രൂരനായ അക്രമി ഭരണാധികാരിയുടെ അക്രമത്തിൽ നിന്ന് പേടിച്ചിട്ട് ഗുഹയിൽ പോയ ആളുകളാണ് ഞങ്ങൾ. അപ്പോഴാണ് എല്ലാവരും അല്ലാഹു അക്ബർ, ആളുകളെല്ലാം ഒരുമിച്ച്. എന്തൊരു രംഗമായിരിക്കും അവിടെ, സുബ്ഹാനല്ലാഹ്. ആളുകളെല്ലാവരും ബഹളം വെച്ചു, ഒരുപാട് ആളുകൾ ഓടി വന്നു. സുബ്ഹാനല്ലാഹ്, ഇതാരാണ്? അതേ, ആ ചരിത്രം അവർക്കറിയാം. അസ്ഹാബുൽ കഹ്ഫ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് എന്നും അവരെ അള്ളാഹു പുനർജീവിപ്പിച്ച് ഇവിടെ കാണിച്ചു തരുമെന്നും നമ്മളെ ബൈദറൂസ് എന്ന് പറയുന്ന രാജാവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്.
അങ്ങനെ കുറച്ച് യുവാക്കൾ ഒരു ഗുഹയിൽ അഭയം തേട്ടത് എവിടെയാണെന്ന് അവർക്കറിയില്ല. അവരെ അല്ലാഹ് ആ രാജാവ് എപ്പോഴും ദ്വാരക്കാറുണ്ട്. ഇവിടെ ഇതാ മുഅ്മിനീങ്ങൾക്കൊരു ദൃഷ്ടാന്തം കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അവരെ എങ്ങാനും ഒന്ന് പുനർജീവിപ്പിച്ച് കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറെ വിശ്വസിക്കാത്ത കുറെ ആളെ നമുക്ക് ഒന്നുകൂടി അവർക്ക് ഇത് പറഞ്ഞു കൊടുക്കാമായിരുന്നല്ലോ. രാജാവ് എപ്പോഴും ദ്വാരക്കാറുണ്ട്. സത്യാസത്യത്തെ വേർതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ദൃഷ്ടാന്തം കാണിച്ചു തരണേ അല്ലോ എന്ന് ആ രാജാവ് ദ്വാരക്കാറുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇതിങ്ങ് കേട്ടപ്പോൾ ജനങ്ങളെല്ലാവരും തടിച്ചുകൂടി ഈ ചെറുപ്പക്കാരനെ എല്ലാവരും കൂട്ടിക്കൊണ്ട് കൊട്ടാരത്തിലേക്ക് വലിയ ആദരവോടെ ആനയിക്കുകയാണ്. കൊട്ടാരത്തിലേക്ക് ഇദ്ദേഹത്തിന്റെ വേഷം കണ്ടപ്പോൾ, വസ്ത്രം കണ്ടപ്പോൾ 300 കൊല്ലം മുമ്പ് ധരിച്ച വസ്ത്രമാണ്, 300 കൊല്ലം മുമ്പുള്ള നാണയമാണ്, 300 കൊല്ലം മുമ്പ് ജീവിച്ച ഒരു മനുഷ്യനാണിത്. സുബ്ഹാനല്ലാഹ്. അയാളെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി അല്ലാഹുവിന്റെ പേരുകൾ എഴുതി വെച്ചത് കാണുന്നു എല്ലായിടത്തും. ഈസാ നബിയുടെ മഹത്വം പറയുന്നു. വിശ്വാസികളായ ജനങ്ങൾ, രാജാവിന്റെ കൊട്ടാരമൊക്കെ മാറിപ്പോയി. നാടൊട്ടാകെ ഈമാനുള്ള ജനങ്ങൾ 300 കൊല്ലം കഴിഞ്ഞു വന്ന മാറ്റമാണ്. എന്തൊരത്ഭുതമാണ്. തംലീഖ ആ കൊട്ടാരത്തിൽ വെച്ച് വിശദീകരിക്കാൻ തുടങ്ങി. ഞങ്ങളതാ ഇവിടെയുള്ള ദഖ്യാനൂസ് രാജാവിന്റെ ആക്രമം ഭയന്നിട്ട് ഗുഹയിൽ അഭയം തേടിയ ആളുകളാണ്. രാജാവ് പറഞ്ഞു, ആ ചരിത്രം ഞങ്ങൾക്കറിയാം. ഞങ്ങളെ മുൻഗാമികൾ പറഞ്ഞു തന്നിട്ടുണ്ട്. 300 കൊല്ലം കഴിഞ്ഞില്ലേ, നമ്മളെ മുൻഗാമികൾ പറഞ്ഞു തന്നിട്ടുണ്ട് ഇങ്ങനെ ഒരു ചരിത്രമുണ്ട്. അസ്ഹാബുൽ കഹ്ഫ് എന്നൊരു വിഭാഗമുണ്ട്. അവരിങ്ങോട്ട് വരാനിരിക്കുന്നുണ്ട്. അവരുടെ ചരിത്രം മഹാസംഭവമാണ്. ദാലിക മിൻ ആയാത്തില്ലാഹ് എന്ന് അല്ലാഹു പറഞ്ഞില്ലേ. അതുകൊണ്ട് അല്ലാഹ് ഈ രാജാവ് പറഞ്ഞു, ഈ ചെറുപ്പക്കാരനെ കൂട്ടിയിട്ട് നിങ്ങളതാ ഗുഹയിലേക്ക് ചെന്ന് നോക്കണം. ഇയാൾ പറയുന്ന ഗുഹയിലേക്ക് നിങ്ങൾ പോകണം. എന്നിട്ട് അവിടെ പോയിട്ട് ഗുഹയിലേക്ക് നിങ്ങൾ കടക്കണം. അങ്ങനെ രാജാവ് പോയില്ല. രാജാവ് രണ്ട് പ്രധാനപ്പെട്ട ആളുകളെ ഈ ചെറുപ്പക്കാരന്റെ കൂടെ ഒക്കെയാണ്. നാട് ഒട്ടാകെ ഈ ചരിത്രത്തിൽ പറയാണ്, ആ നാട്ടിലുള്ള മുഅ്മിനീങ്ങൾ മുഴുവനും ആരെങ്കിലും പോവാതിരിക്കോ? വലിയ മഹാ അത്ഭുതമല്ലേ ഈ കാണുന്നത്. നാട് മുഴുവനായും ഇവരെ പിന്നാലെ പോവുകയാണ്. അങ്ങനെ മലകൾ താണ്ടി മലകൾ കയറി ആ ഗുഹയുടെ അടുത്തേക്ക് എത്തുകയാണ്. ഈ രാജകൊട്ടാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഉദ്യോഗസ്ഥന്മാർ, അവരെയാണ് രാജാവ് പറഞ്ഞയച്ചത്. കാരണം എന്താ? ഖുർആൻ പറഞ്ഞില്ലേ, അവരെ കണ്ടാൽ പേടിച്ചിട്ട് പിന്തിരിഞ്ഞു പോകുമെന്ന് പറഞ്ഞല്ലോ പണ്ട്. അപ്പൊ ആ ചരിത്രമൊക്കെ ഇവൽക്കറിയാം. അതുകൊണ്ട് രാജാവ് പ്രത്യേകോട് ആരും എന്ത് തിരക്കൂട്ടര് തള്ളിക്കയറരുത്, ഗുഹയിലൊന്നും ആരും കയറരുത്. ഈ 2 ആളെ ഞാൻ നിശ്ചയിച്ചിട്ടുണ്ട്. ഇവർ 2 ആൾ മാത്രം എന്ത് ചെയ്യണം? അങ്ങോട്ട് കയറണം. എന്നിട്ട് മറ്റുള്ളവരുമായി സംസാരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും സുബ്ഹാനല്ലാഹ്. ഇതിന്റെ തഫ്സീൽ നമുക്കാണ്. ആ രാജ്യത്തുള്ള മുഴുവൻ മുഅ്മിനീങ്ങളും ഈ 2 മനുഷ്യന്മാരെ പിന്നാലെ പോയാണ്. ആദ്യമായിട്ട് തന്നെ ഈ 2 ആൾക്കാർ, ഓൾക്ക് നല്ല ചരിത്രമൊക്കെ അറിയാം, നല്ല പാണ്ഡിത്യമുള്ള ഈ രാജാവിന്റെ കൊട്ടാരത്തിലുള്ള പ്രധാനപ്പെട്ട അങ്ങനത്തെ ആളെ ആണല്ലോ പറഞ്ഞേക്കാം. പോലെ ആദ്യം തന്നെ ഇതെന്താ, ഇവിടെ ഒരു ചരിത്ര രേഖ ഉണ്ട് എന്നും ചരിത്രത്തിലുണ്ട്. ഇവിടെ ഒരു പെട്ടിയിൽ ഇവരുടെ ചരിത്രം അതുണ്ടോ എന്ന് പരിശോധിക്കണം. ആദ്യം ഇവരാണെന്ന് ഉറപ്പുവരുത്താൻ എന്നും ചരിത്രത്തിലുണ്ട്. അതുകൊണ്ട് ആദ്യം അതിങ്ങ് പരിശോധിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഗുഹാമുഖം ഒന്നുകൂടി പൊളിച്ചിട്ട് ആ ചെമ്പിന്റെ പെട്ടി ആദ്യം പുറത്തെടുക്കുകയാണ്. അപ്പോഴാണ് ഇവരും അത് കാണുന്നത്. ഈ അസ്ഹാബുൽ കഹ്ഫ് അത് കാണുന്നത് അപ്പോഴാണ്. ആ ചെമ്പ് പുറത്തെടുത്ത്, ആ ചെമ്പിന്റെ പെട്ടി പുറത്തെടുത്ത് അതിൽ നിന്ന് അതാ ആ ചരിത്ര രേഖ പുറത്തെടുക്കുകയാണ്. അന്നത്തെ 2 മനുഷ്യന്മാര്, അന്ന് കൊട്ടാരത്തിലുണ്ടായിരുന്ന 2 മുഅ്മിനീങ്ങളുണ്ടല്ലോ, ദഖ്യാനൂസിന്റെ ആൾക്കാർ പോലും രഹസ്യമായി വിശ്വസിച്ചതാണല്ലോ, അവര് സ്ഥാപിച്ച ആ പെട്ടി ഈ 2 മനുഷ്യന്മാര് പുറത്തെടുക്കുകയാണ്. എന്നിട്ട് ചരിത്രം വായിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. സംഗതിയെല്ലാം ശരിയാണ്. അതാ ഗുഹയുടെ ഉള്ളിലേക്ക് ആ 2 നേതാക്കളും അങ്ങ് കടക്കുകയാണ്. ആ നേതാക്കൾ 2 ആളും കടന്നു. ഈ പെട്ടിയിലുള്ള ചരിത്രവും തുറന്നു. സുബ്ഹാനല്ലാഹ്. ഈ ചരിത്രം അവർക്കങ്ങ് വായിച്ചു കൊടുക്കുകയാണ്. അവർക്ക് വായിച്ചു കൊടുത്തപ്പോൾ അവര് അൽഹംദുലില്ലാഹ് എന്ന് പറയുകയാണ്. അൽ കഹ്ഫ് തുടങ്ങിയത് എങ്ങനെയാണ്?
അൽഹംദുലില്ലാഹ്. ഇൻഷാ അല്ലാഹ് ഇനി അല്പഭാഗം കൂടി അവരുടെ ചരിത്രത്തിൻ്റെ ബാക്കിയുണ്ട്. ഈ മുഅ്മിനായ രാജാവും ആ ഗുഹയിലേക്ക് വരുന്നതും ഈ സംഭവങ്ങളുമൊക്കെ കുറച്ചുകൂടി പറയാനുണ്ട്. അത് ഇൻഷാ അല്ലാഹ് പിന്നീട് പറയാം. നമുക്ക് കുറച്ച് ദിക്ർ 33 വേണ്ട, ഒരു 11 ദിക്ർ ചൊല്ലിയിട്ട് ദുആ ചെയ്യാം. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. നാളെ ഒരു പക്ഷേ ഞാൻ ഉണ്ടാവില്ല. ഇന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടി, പ്രസവത്തിന് വേണ്ടി ഭാര്യയെ കൊണ്ടുപോകുന്നത് കൊണ്ട് നാളെ ചിലപ്പോൾ ഉണ്ടാവില്ല. നമ്മളെ മിസ്ബാഹി ഉസ്താദ് നാട്ടിലെത്തിയിട്ടുണ്ട്. നമ്മളെ പഴയ മിസ്ബാഹി ഉസ്താദ് നാളെ ഇൻഷാ അല്ലാഹ് രാവിലെ ഇവിടെ എത്തും. നമുക്ക് ക്ലാസ് നാളെയും മറ്റന്നാളും ഒരു പക്ഷേ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ, എല്ലാ കാര്യവും എളുപ്പാക്കി തരട്ടെ. അപ്പം നാളെയും മറ്റന്നാളും മിസ്ബാഹി ഉസ്താദിന്റെ ക്ലാസ് ആണ് ഇവിടെ ഉണ്ടാവുക. എല്ലാവരും അതിൽ പങ്കെടുക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. നമ്മളെ കാര്യത്തിന് വേണ്ടിയും എല്ലാവരും ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിർ